ഏവർക്കും നമസ്കാരം. ലിറ്റ്മസ് 25ന്റെ ഭാഗമായിട്ട് നടക്കുന്ന ലിറ്റ്മസ് ടോക്സിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ആരിഫാണ്. ആരിഫിന് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ലിറ്റ്മസ് വേദികളിലൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന, അതുപോലെ തന്നെ ആരിഫിന്റെ തന്നെ യൂട്യൂബ് ചാനലിലൂടെ നമ്മുടെ ഒട്ടനവധി ജനപ്രിയ അന്ധവിശ്വാസങ്ങളെയൊക്കെ തച്ചുടച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ശാസ്ത്ര പ്രചാരകനും എക്സ് മുസ്ലിമും എക്സ് ഹോമിയോപാത്തും ഒക്കെ ആയ ആരിഫിനെ ഞാൻ ലിറ്റ്മസ് ടോക്സിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. എക്സ് മുസ്ലിം അല്ലെങ്കിൽ എക്സ് ഹോമിയോപാത്ത് എന്നാണ് ആരിഫിനെ അറിയപ്പെടുന്നത് തന്നെ. ചാറ്റ് GPT യോട് ആരിഫിനെ പറ്റി ചോദിച്ചാലും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. അതെ, ചാറ്റ് GPTക്ക് അറിയാം ആരിഫിനെ. ഓക്കെ, സോ നമ്മൾ ഈ എക്സ് എന്ന് പറയുന്ന കാര്യം ഉപയോഗിക്കുമ്പോൾ യൂഷ്വലി എനിക്ക് തോന്നിയൊരു ഡൗട്ടാണ്. ഇപ്പം സപ്പോസ് നമുക്ക് കുറേ ബോയ് ഫ്രണ്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ തന്നെ നമ്മൾ എക്സ് ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഉള്ളതിൽ ഭേദമായിട്ടുള്ള ഒരാളെ ആയിരിക്കും, അല്ലേ? തീരെ പ്രശ്നക്കാരെ നമ്മൾ ഒരിക്കലും അങ്ങനെ എക്സ് എന്നുള്ളൊരു ടാഗ് ഉപയോഗിച്ച് ആർക്കും പരിചയപ്പെടുത്താറില്ല. അപ്പോൾ ഈ എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ഒരു എത്തിയിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമല്ലേ ഉള്ളൂ? നമ്മളത് ഉപയോഗിക്കുന്നത് പല കോണ്ടെക്സ്റ്റിലാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എക്സ് മുസ്ലിം എന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മൾ പറയാറുണ്ട്, അതൊരു ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണെന്നാണ് നമ്മൾ പറയാറ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സാധനമല്ല, നമ്മൾ ഇതിനകത്ത് ഭാഗമല്ല, നമ്മൾ അതിൽ നിന്ന് വിട്ടുപോകുന്ന ആളാണ്, അപ്പോൾ നിങ്ങൾ പറയുന്ന സംഗതിയെ എതിർക്കുന്ന ആളാണ് നമ്മൾ എന്ന് പറയുക. അതുപോലെ ഇതിൻ്റെ കുഴപ്പമുണ്ടെന്ന് അംഗീകരിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ. പക്ഷെ എന്നാൽ പോലും ഇതൊന്നും കേൾക്കാൻ തയ്യാറല്ലാതെ ഇതേപോലെ ചോദിക്കുന്ന ആളുകളുണ്ട്. എക്സ് MLA, എക്സ് മിലിറ്ററി, ഇതൊക്കെ ചോദിക്കുന്ന ആളുണ്ട്. അവരോടൊക്കെ നമ്മൾ പറയാറില്ല. ഇപ്പോൾ നമ്മൾ ഇത് പല കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ വരുന്നൊരു കോണ്ടെക്സ്റ്റ് പരിചയപ്പെടണമെന്നാണെങ്കിൽ ഇപ്പോൾ പറയാൻ എക്സ് സ്മോക്കർ എന്ന് നമ്മൾ പറയും. ഓക്കെ, അല്ലെങ്കിൽ എക്സ് കോൺവിക്റ്റ്, അല്ലെങ്കിൽ എക്സ് മാഫിയ, അല്ലെങ്കിൽ അങ്ങനെ പല സാധനവും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതൊരു നമ്മൾ ചെറിയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് സൗകര്യമുള്ള പോലെ എക്സ് MLAയും എക്സ് MP ഒക്കെ മാത്രം എടുക്കുന്നു. ഇതിൽ ചില കുഴപ്പം പിടിച്ച സാധനം കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വിട്ടു പോന്നിട്ടുള്ള ഒരു ഡി അഡിക്ഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു ദുർഗണ പാഠശാലയിലൊക്കെ പോയി അതിൽ നിന്നൊക്കെ പുറത്ത് വന്നിട്ടുള്ള ഒരു പഴയ ഒരു പോക്കിരിയാണ് എന്ന് അറിയിക്കാൻ തന്നെയാണ് ഇത് ചെയ്യുന്നത്. കാരണം പ്രൗഡായിട്ടല്ല, ഇത് പറയേണ്ടത് ഒരു ആവശ്യകത ആയതുകൊണ്ടാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള കാര്യം. പക്ഷേ ഞാനിപ്പോൾ പറയാറ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ഒരു വാല്യൂ ഉണ്ടെന്ന് ഞാൻ ഇന്ന് കരുതുന്നില്ല. ഇത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ അങ്ങനെയാണ് കരുതിയിരുന്നത്. അതെന്താ വെച്ചാൽ ഇന്ത്യയിൽ ഒരു ബോധമുള്ള ഒരു നല്ല മുസ്ലിം ആവുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ നാട്ടിലുള്ള ചില വിഷയങ്ങൾ, ഇപ്പോൾ ഈ ജനാധിപത്യ സംവിധാനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ അതിനെ അവമതിക്കാത്ത, അതിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്ന, ഉൾക്കൊള്ളുന്ന, അതിനുവേണ്ടി നിലകൊള്ളുന്ന ഒരു മനുഷ്യനാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ഏത് മാത്രം ആയിക്കോട്ടെ. ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഒരു ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സംഗതി വെച്ചുകൊണ്ട് ഇതിനെ അണ്ടർമൈൻ ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇവിടുത്തെ ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സ് തന്നെയാണ്. ഇപ്പോൾ മുസ്ലിം ലീഗ് ആയാലും അതുപോലെയുള്ള സംഗതികൾ. അപ്പോൾ അത് ഒരു വശത്ത് വരുമ്പം അതിൻ്റെ ബാക്കി പത്രമായിട്ട് മറ്റ് പല ഐഡന്റിറ്റി പൊളിറ്റിക്സും പുറത്തേക്ക് ചാടും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നിടത്ത് ഇവിടുത്തെ ഒരു പ്രൈം ഒരു സാധനമായിട്ട് മാറുന്നത് ഒരു ബോധമുള്ള മുസ്ലിം ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എക്സ് മുസ്ലിം എന്നുള്ളതിനേക്കാളും ആ ഒരു ആംഗിളാണ് കുറച്ചും കൂടിയും വാലിഡ് ആയിട്ടുള്ളതെന്നാണ് ഇന്ന് നമ്മൾ പറയാം. അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കാറുണ്ട്, ഈ ഒരു തിരിച്ചറിവ് പണ്ടേ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ എക്സ് മുസ്ലിം എന്ന് വിളിക്കില്ലായിരുന്നു. ഉള്ളത് പറയണല്ലോ. നമ്മൾ ഒരു സാധാരണ പറയാറുണ്ട് ഒരു ലിബറൽ മുസ്ലിം അല്ലെങ്കിൽ ഒരു മോഡേൺ മുസ്ലിം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഒരു യാഥാസ്ഥിതിക മുസ്ലിം അല്ല എന്ന് നമ്മൾ പറയുന്നതിന് തുല്യം. ആ രീതിയിലാണ് ഇന്ന് നമ്മൾ പറയുള്ളൂമായിരുന്നു. ഇനി ഇതിലൊരു തമാശ എന്ന് പറഞ്ഞാൽ, ഈ ആളുകൾ പറയാറുണ്ട് BJPയിൽ സീറ്റ് കിട്ടുന്നതിനെ കുറിച്ചൊക്കെ, ഈ എക്സ് മുസ്ലിങ്ങളൊക്കെ BJPയിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിങ്ങനെ പറയുന്നുണ്ട്, ഇനി എങ്ങാനും ബിരിയാണി കൊടുക്കണ്ടല്ലോ എന്നറിയാൻ വേണ്ടി ഞാൻ പോയി ചോദിച്ചു, നിങ്ങൾ എക്സ് മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? നിങ്ങൾ എന്താണ് ഈ എക്സ് മുസ്ലിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഇതിനകത്തുള്ള ഒരു നിലപാട്? അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സംഗതി നിങ്ങൾ കാണുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരെടുത്ത വഴിക്ക് പറഞ്ഞത്, എക്സ് മുസ്ലിങ്ങളെ ഞങ്ങൾ അടുപ്പിക്കില്ല എന്നാണ് അവർ പറയാം. കാരണം അവർ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ എക്സ് മുസ്ലിം ആയിപ്പോയി, നിങ്ങളൊരു മുസ്ലിം ആയിരുന്നെങ്കിൽ ഞങ്ങൾ നിനക്കൊരു സീറ്റ് തന്നേനെന്നാണ്. അതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ എക്സ് മുസ്ലിം ആവുക എന്നുള്ളത് സത്യത്തിൽ BJP അവരെ സംബന്ധിച്ചിടത്തോളം പോലും അവർക്കൊരു എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള സാധനമായിട്ടല്ല അവർ കാണുന്നത്. അത് അവരുടെ മറ്റ് രീതികളുണ്ട്, അതിന് ഐഡിയോളജിക്കലായിട്ടുള്ള റീസൺസ് ഉണ്ട്. അതിനേക്കാൾ ഉപരി അവർ പറയുന്നത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അതല്ല വേണ്ടതെന്നുള്ളത് തന്നെയാണ് അവരുടെയും കാഴ്ചപ്പാട്. നിങ്ങളൊരു മുസ്ലിമായിട്ട് കുറച്ച് ബോധത്തോടുകൂടി നിൽക്കുന്ന ഒരു മുസ്ലിം ആണെങ്കിൽ
ഇത് ഒരു വലിയ സാധ്യതയാണെന്നാണ് അവരും പറയുക. അപ്പോൾ അതൊരു വസ്തുതയാണത്. നമ്മൾ ശരിക്കും ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ മുസ്ലിങ്ങൾ കുറേയും കൂടി ഉണരണം. ഈ പ്രോസസ്സിൽ അവർ വോളണ്ടറിലി അതിനകത്തേക്ക് വരണം. ഇതിങ്ങനെ എന്താ പറയുക, ഇതാരോ നമുക്ക് കൊണ്ടുതരുന്ന സാധനങ്ങളാണെന്നുള്ളൊരു ധാരണയിലാണ് മുസ്ലിങ്ങൾ ജീവിക്കുന്നത്. ഇത് മുസ്ലിങ്ങളും കൂടി പണിയെടുത്താൽ മാത്രമേ ഈ സാധനം നിലനിൽക്കുള്ളൂ. ജനാധിപത്യമായാലും മതേതരത്വമായാലും ഇത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്നുള്ളൊരു ലൈനിലാണ് ഇന്നിപ്പോൾ കാര്യങ്ങൾ. അത് എല്ലാവർക്കും ഉണ്ട്, മുസ്ലിങ്ങൾക്ക് അത് കൂടുതലാണ്. അപ്പോൾ അവിടെ ഇതൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇന്ന് ഈ ഒരു ബോധത്തോടു കൂടിയാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആര് തന്നെ വന്നാലും, ഞാനിപ്പോൾ പല ആളുകളോട് പറയാറുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളോട്, നിങ്ങൾ എക്സ് മുസ്ലിം നിന്ന് വിളിച്ച് പുറത്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വരേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു നല്ല മുസ്ലിമായിട്ട് ആ സമുദായത്തിൽ തന്നെ നിന്നുകൊണ്ട് ഇതിനുള്ള പണി നിങ്ങൾ എടുക്കുക. ബാക്കിയുള്ള ആളുകളിലേക്ക് അതിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി നിങ്ങൾ അവിടെ നിലകൊള്ളുകയെന്നാണ് അവരോട് നമ്മൾ പറയാറില്ല. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അകത്ത് നിന്നുകൊണ്ട് ഒരു റിഫോർമേഷൻ എന്ന് വെച്ചാൽ മുസ്ലിങ്ങളിൽ ഒരു മതത്തെ റിഫോം ചെയ്യാനൊന്നും പറ്റില്ല, അതിനൊന്നും നമ്മൾ ശ്രമിക്കുന്നില്ല. പക്ഷെ മുസ്ലിങ്ങളിൽ കുറച്ച് ബോധം ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു മുസ്ലിമിനെ നമുക്ക് ഉണ്ടാക്കാമല്ലോ. ഗിവൺ എ ചാൻസ് ആരിഫ് അങ്ങനെ ചെയ്യുമായിരുന്നു. ഇപ്പം ഞാനതാ പറഞ്ഞേ, നമുക്ക് അങ്ങനെ ഒരു കാഴ്ച, നമുക്കിത് നമ്മുടെ മുന്നിൽ ആരുമില്ല ഇത് ചെയ്യുന്ന, ഈ രീതിയിൽ ഇതിനെ പറഞ്ഞു തരുന്ന ആളുകളില്ല. മാത്രമല്ല നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പുറത്തുനിന്ന് കാണുന്നത് UK എക്സ് മുസ്ലിം സംഘടന, അവിടെ വലിയൊരു സംഗതി. അപ്പോൾ അതൊക്കെ നമ്മൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കാം ഓക്കെ അത് ഇവിടെ റെപ്ലിക്കേറ്റ് ചെയ്യാം, അങ്ങനെ ഒരു ലൈനാണ് പോകുന്നത്. പക്ഷേ UK അത് വന്നത് എന്തുകൊണ്ടാണ്, അത് നമ്മൾ അന്വേഷിക്കുന്ന ഇപ്പോഴാണ്. UK അത് വന്നത്, അല്ലെങ്കിൽ അന്ന് അവിടെ ആ ഒരു സംഘടനയ്ക്ക് രൂപീകൃതം ആകുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഇസ്ലാമിക് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇറാൻ പോലെയുള്ള രാജ്യങ്ങളിൽ ഇസ്ലാം ഫേസ് ചെയ്യുന്ന, മുസ്ലിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം, ഇസ്ലാമിക് റെജിമിൻ്റെ അടിയിൽ, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി അവിടെ ഞങ്ങൾ ഇതിൽ പെട്ടിട്ടില്ല, ഞങ്ങൾ ഇതിനെതിരെ നിൽക്കുന്ന ആളുകളാണെന്ന് പറയാനാണ് ഈ എക്സ് മുസ്ലിം എന്നുള്ള വാക്ക് അവിടെ വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഇസ്ലാമിക് റെജിം അല്ല, ഇവിടെ ഉള്ളത് വേറെ ഒരു ഭരണ സംവിധാനമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ എക്സ് മുസ്ലിം ആവുക എന്നുള്ളതല്ല, ആ ഭരണ സംവിധാനത്തിൻ്റെ പോസിറ്റിവിറ്റി ഉൾക്കൊള്ളുന്ന മതേതരനായൊരു മുസ്ലിം. കാരണം മതേതരത്വം, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് ഹറാമാണ്, ഇത് മുസ്ലിമിനും ഹറാമാണ്. പക്ഷേ എല്ലാ മുസ്ലിങ്ങളും ഇത് അറിഞ്ഞിട്ടല്ല അവർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഔട്ട്സൈഡ് അവർ ജനാധിപത്യം കൊണ്ടു നടക്കുന്നു, മതേതരത്വം കൊണ്ടു നടക്കുന്നു. പക്ഷേ ഗിവൺ എ ചാൻസ്, അല്ലെങ്കിൽ ഒരു മൊമെന്റ് വന്നാൽ അവർ മതേതര വിരുദ്ധരാകാനുള്ള സാധ്യതയും ജനാധിപത്യ വിരുദ്ധരാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു ചാൻസ് വന്നാൽ, അല്ലെങ്കിൽ ഒരു സാഹചര്യം വന്നാൽ, അത് ആവാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ബോധം ഉണ്ടാക്കുക എന്നുള്ളതിന് വഴി എക്സ് മുസ്ലിം ആവുക എന്നുള്ളതല്ല, ഈ ബോധമുള്ള മുസ്ലിം ആവുക എന്നുള്ള, അതാണ് പറഞ്ഞത്. അവിടെ പക്ഷെ അത് നടക്കില്ല, ബോധം ഉണ്ടായതുകൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പോഴും ഈ നിയമങ്ങൾ അവരെ ബാധിക്കും. കാരണം നമ്മളെ ബാധിക്കുന്ന, ഇപ്പോൾ ആളുകൾ ചോദിക്കട്ടെ, ഈ മതം വിട്ടവനെ കൊല്ലണം എന്ന് പറയുന്നൊരു സംഗതി, ഒരു സിമ്പിളായിട്ടുള്ള ഒരു സാധനം, നമ്മളുടെ നാട്ടിലുള്ള വിശ്വാസികൾ എന്നിട്ട് എന്തേ ആരിഫിൻ്റെ തല പോകാത്തതെന്നാണ് ചോദിക്കുക. അത് നമ്മളിവിടെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ളൊരു നാട്ടിലിരുന്നിട്ട് ഈ മതം വിട്ടവനെ കൊല്ലണമെന്ന നിയമം ഉണ്ട് എന്ന് ഒരു ബോധ്യമുള്ള മുസ്ലിം ആവുക എന്നുള്ളതാണ് പ്രധാനം. പക്ഷെ ഇറാനിൽ അതല്ല, ഈ മതം വിട്ടവനെ കൊല്ലണമെന്ന നിയമത്തെ എതിർക്കുന്ന മുസ്ലിം ആവണം. അതാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ എതിർക്കുമ്പോൾ നിങ്ങൾ എക്സ് മുസ്ലിമായി. ഇവിടെ എതിർക്കേണ്ട കാര്യമില്ല, കാരണം ഇവിടെ അതില്ല. പക്ഷെ ആ ബോധം വേണം. ഇസ്ലാം എന്ന് പറയുന്നത് നന്മ മാത്രമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു പണിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതങ്ങനെയല്ല, ഇതിനകത്ത് നന്മ മാത്രമല്ല, ഇതിനകത്ത് തിന്മയുണ്ട് എന്ന ബോധം, ആ ബോധം ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അവിടെ നല്ലതിനെടുക്കുക, തിന്മയായിട്ടുള്ള സാധനത്തെ മാറ്റി നിർത്തുക എന്നുള്ള ആ ഒരു ക്ലിയർ കട്ട് ഒരു രീതിയിലൂടെ പോകാൻ ഒരു മുസ്ലിമിനെ സാധിക്കണം. മറ്റുള്ള മതങ്ങൾക്കാർക്ക് സാധിക്കുന്നുണ്ടല്ലോ, മുസ്ലിമിനും സാധിക്കണ്ടേ, ഇതേ നമ്മൾ പറയുന്നുള്ളൂ. സോ എനിക്ക് തോന്നുന്നു കുറച്ച് പുറകിലേക്ക് പോവാം. സോ എന്നായിരുന്നു, അല്ലെങ്കിൽ ആരിഫിന്റെ ലൈഫിൽ എപ്പോഴായിരുന്നു ആ ഒരു ആഹാ മൊമെന്റ്, അതായത് ഇതൊന്നും വേണ്ട അല്ലെങ്കിൽ ഇത് പ്രശ്നമാണെന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു മൊമെന്റ് എപ്പോഴായിരുന്നു? അതൊരു ഓണത്തിനാണ്. പച്ചയ്ക്ക് പറഞ്ഞ അങ്ങനെ, അതായത് ഇത് നമ്മൾ ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ ഉണ്ടാവുന്നതല്ല, ഓക്കെ. പക്ഷെ എന്നാലും നമുക്കിങ്ങനെ ഒരു മൊമെന്റ് നമ്മൾ തപ്പും, ഇതൊന്ന് പുറത്ത് പറയണല്ലോ, ഇത് നമുക്ക് പറ്റിയ സാധനമല്ല എന്ന് പറയേണ്ട ഒരു അവസരം നമ്മൾ തപ്പി നടക്കുന്നുണ്ട് അപ്പോഴും. പക്ഷെ അതിനൊരു മൊമെന്റ്, ഒരു കാരണം വേണം, ഒരു റീസൺ വേണം. വെറുതെ ഞാനിങ്ങനെ വന്ന് എനിക്ക് ഈ മതം പറ്റില്ല അങ്ങനെ പറയുന്നതിനേക്കാളും ഇന്ന കാരണം കൊണ്ടാണ് എന്നുള്ളതും കൂടി പറയുമ്പോഴാണ് ഇതിനൊരു ഒരു വാല്യൂ വരിക. അല്ലെങ്കിൽ അപ്പോഴാണത് ആളുകൾ ശ്രദ്ധിക്കുള്ളൂ, മീൻസ് വിശ്വാസികളാണെങ്കിൽ അത് ശ്രദ്ധിക്കുള്ളൂ. അത് വന്നതൊരു ഓണത്തിന്. അത് 2000 ശരിക്കും ഓണത്തിന്, അതെ, അതൊരു 2019, അതായത് കോവിഡിന് മുന്നേ. ഞാൻ അന്ന് ജോലി ചെയ്തിരുന്നൊരു ഹോമിയോ ക്ലിനിക്കിൽ തന്നെയാണ്. അപ്പം അന്ന് അവിടെ വേറൊരു ഹോമിയോ ഡോക്ടറായിട്ടല്ല, അവിടെ വേറെ ഒരു ഈ ന്യൂട്രീഷൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിതം തട്ടിമുട്ടി കൊണ്ടുപോകുന്നൊരു കാലം. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ഓണത്തിൻ്റെ സമയം വന്നപ്പോൾ, ആ സമയത്താണ് നമ്മളുടെ സിംസാറുൽ ഹക്ക് ഹുദവിയുടെ ഒരു പ്രസംഗം വലിയ വൈറലായി ഈ വാട്സപ്പിലൂടെയൊക്കെ.
ഡിപ്ലോമാറ്റിക് ആയിട്ട് ഓണം ഉണ്ണണം എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ അതുവരേക്കും നമുക്ക് ഈ മതത്തിലെ പ്രശ്നങ്ങൾ അറിയാം. ജബ്ബാർ മാസ്റ്റർ വീഡിയോ, ജാമിദ ടീച്ചർ, അതുപോലെ അയ്യൂബ് മൗലവി ഇവരൊക്കെ കേൾക്കാറുണ്ട്. RCയുടെ ഇതിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ട്. അങ്ങനെയൊക്കെ പോവുകയാണ്. അപ്പോൾ ശാസ്ത്രം നമ്മളെ തലയിൽ കയറിയിട്ടുണ്ട്. അപ്പോഴേക്കും മതത്തിൻ്റെ കൊള്ളരുതായ്മയും നമ്മുടെ തലയിൽ കയറിയിട്ടുണ്ട്. ഹോമിയോയുടെ പ്രശ്നം നമുക്കറിയാം. അപ്പോൾ ഹോമിയോ വിട്ടിട്ടുണ്ട് പച്ചയ്ക്ക് പറഞ്ഞാൽ. പക്ഷേ അത് സർവൈവൽ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ പച്ചയ്ക്ക് പറഞ്ഞെങ്കിലും പുറത്ത് നമുക്ക് വേറെ ജോലി ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ വേറൊരു വഴി കൂടെ ഇങ്ങനെ പോവാണ്. അപ്പോൾ ആയിരിക്കുന്ന സമയത്താണ് ഇത് വരുന്നത്, ഈ ഡിപ്ലോമാറ്റിക്കായിട്ട് ഓണം ആഘോഷിക്കണം എന്ന് പറയുന്ന സംഭവം. അപ്പം ഞാൻ നോക്കുമ്പോൾ കാണുന്ന എന്താണ്, വിശ്വാസികളായിട്ടുള്ള ആളുകൾ ആരും തന്നെ ഇതിലൊരു പ്രശ്നം കാണുന്നില്ല. ഇതിനെ വിമർശിക്കുന്നത് കുറേ ഇതേപോലെയുള്ള യുക്തിവാദികൾ എന്ന് പറയുന്ന ആളുകളാണ് ഇതിനെ വിമർശിക്കുന്ന കാണുന്നത്. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇതിനകത്തൊരു കുഴപ്പം കാണുന്നില്ല. ഡിപ്ലോമാറ്റിക്കായിട്ട് അത് ഞങ്ങൾ മുസ്ലിങ്ങളോട് പറഞ്ഞല്ലേ, നിങ്ങളെന്തിനാണ് ഇതിനകത്ത് പ്രശ്നം ഉണ്ടാക്കുക, ഈ ലെവലിലുള്ളൊരു ചോദ്യമാണ് കേൾക്കുന്നത്. അപ്പോൾ നമ്മളെ മനസ്സിൽ വന്ന ചോദ്യം, ഇതിപ്പോൾ വേറൊരു മതക്കാരനാണ് പറഞ്ഞതെന്ന് വിചാരിക്കാം, എന്തായിരിക്കും ഇവിടെ അവസ്ഥ? ഡിപ്ലോമാറ്റിക്കായിട്ട് ഇതേപോലെ ആഘോഷങ്ങൾ മുസ്ലിങ്ങളോടൊക്കെ നിങ്ങൾ ഇടപഴകുമ്പോൾ നിങ്ങളൊന്ന് ഡിപ്ലോമാറ്റിക്കായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അവരോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിൽക്കരുതെന്നല്ലേ ഈ പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, നിങ്ങളൊരു ഹിന്ദു കൂട്ടുകാരൻ നിങ്ങൾ ഓണത്തിന് വിളിക്കുമ്പോൾ നിങ്ങൾ മറ്റേ സദ്യ ഉണ്ണാൻ വിളിച്ചു കഴിഞ്ഞാൽ വല്ല മിഠായിയൊക്കെ വായിലിട്ട് അത് മിഠായി ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ വേണ്ട, അല്ലെങ്കിൽ എനിക്കിന്ന് നോമ്പാണ് എന്നൊക്കെ പറഞ്ഞ് മുങ്ങണം, ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതൊരു വളരെ ഒരു കാപട്യം. അത് ലെജിറ്റിമൈസ് ചെയ്ത് കൊടുക്കുക, ഇതാണ് ശരി, ഇങ്ങനെയാണ് നമ്മൾ പെരുമാറുന്നത്, മുസ്ലിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയോട് എനിക്ക് ഒരു യോജിപ്പില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, നമ്മൾ വളർന്നത് കുട്ടിക്കാലത്ത് സ്കൂൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൾട്ടി കൾച്ചറലാണ്. നമ്മളുടെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളൊരു ചെറിയൊരു ഗ്യാങ് ഉണ്ട്, അതിൽ തന്നെ 2-3 പേര് ഹിന്ദുക്കളാണ്, എന്നുവെച്ചാൽ ആ വിശ്വാസത്തിലുള്ള ആളുകൾ. അപ്പോൾ ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ളത് എന്താണ്? ഈ ബിമൽ, ദീപക് ഇവരുടെയൊക്കെ വീട്ടിൽ പോവുക, അവിടെ നിന്ന് ഒരു ഓണസദ്യ കഴിയും. ഇതാണ് നമ്മുടെ കുട്ടിക്കാലത്ത് ഒരു പ്രധാനപ്പെട്ട ഹോബി. സ്കൂളിൽ നിന്ന് വിട്ട് വന്നു കഴിഞ്ഞിട്ടും കോളേജിലൊക്കെ പോയിട്ടാണെങ്കിലും നമ്മൾ അത് കണക്കാക്കിയിട്ട് വെക്കേഷൻ കണക്കാക്കി പോവുകയും പിന്നെ ഇതിനു വേണ്ടിയിട്ട് അവിടെ ചെല്ലുക, ഇതൊക്കെ ചെയ്യാറുണ്ട്. ഇതാണ് നമ്മളൊരു ആ സുഹൃത്ത് ബന്ധം കീപ്പ് ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത്, ഈ പറയുന്ന നമ്മളുടെ കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ട് ഞാനൊരു ഓണം ഉണ്ടാൽ അതിൻ്റെ പേരിൽ ഞാൻ നരകത്തിൽ പോവും, ഇതാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ അന്ന് ആലോചിച്ചത് ഇത്രയേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഓണമുണ്ടതിൻ്റെ പേരിൽ ഇനി നരകത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ നരകത്തിൽ ഈ പറഞ്ഞ നമ്മൾ വേണ്ടപ്പെട്ട കൂട്ടുകാരുണ്ടെങ്കിൽ ആ പറയുന്ന കൂട്ടുകാർ ഉള്ള ആ നരകം മതി എനിക്ക് എന്നുള്ളൊരു ലൈനിലേക്ക് നമ്മളത് മനസ്സിലാക്കി അത് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അന്ന് ഒരു ഓണത്തിൻ്റെ ആ മറ്റേ ഒരു അത് ആ ഒരു മുണ്ട കൊടുത്ത് അന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് അനൗൺസ് ചെയ്യുന്നത്. അന്ന് അതുവരെ എന്താണ് 10-50 ലൈക്ക് കിട്ടിയിരുന്ന സാധനത്ത് അന്നാണ് ആദ്യമായിട്ട് ഒരു 1000 ലൈക്ക് കിട്ടുന്നത്. അപ്പം മനസ്സിലായി ഇതിനൊരു വാല്യൂ ഉണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ആഹാ മൊമെൻ്റ് ഇതാണ്. ഈ സമൂഹത്തിൽ ഇസ്ലാം മതത്തിൻ്റെ ഭാഗമായിട്ട് അതിലെ ഇത് മതപണ്ഡിതന്മാർ ഉന്നയിക്കുന്ന ഈ കൊളുത്തിവിടുന്ന വർഗീയത അത് ഒരു പൊതു ചർച്ചയാകുന്നില്ല. അതിനെ വിശ്വാസികൾ തള്ളി പറയുന്നില്ല, ബാക്കിയുള്ള ആളുകൾ പോട്ടെ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ്, ഇത് ഞങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനാ കുഴപ്പം എന്ന ലൈനിൽ ഒരു രീതിയിലേക്ക് അത് കാണുമ്പോൾ അത് ശരിയല്ല. അത് വിശ്വാസികൾ തന്നെ എതിർക്കേണ്ടതിനെ എതിർക്കണം എന്നതാണ് മനസ്സിലായി. അപ്പോൾ വിശ്വാസികൾ എതിർക്കുന്നില്ല. എതിർക്കുന്ന ആളുകളെ നിങ്ങൾ പല പേരിട്ട് വിളിക്കും. ഓക്കെ, അത് കരിങ്കാലിന്നോ എന്തൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. ഇപ്പോൾ വിളിക്കാറ് എമു അല്ലെങ്കിൽ സംഗീന്നൊക്കെ വിളിക്കും. അപ്പോൾ ആ ഒരു നീഡ് അവിടെ വരികയാണ്. മതത്തിനകത്തുള്ള പ്രശ്നം കുഴപ്പം ചൂണ്ടിക്കാണിക്കാനും ഒരു ആൾ വേണം, അങ്ങനെയും ഇവിടെ ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ജബ്ബാർ മാഷെ പോലെയൊക്കെയുള്ള ആളുകളപ്പോൾ അവരോടൊപ്പം നമ്മൾ ചേരുകയാണ് ചെയ്യുന്നത്. അതാണ് ഉണ്ടായത്. അതിൻ്റെ തുടക്കം അവിടെ നിന്നാണ്. ഓക്കെ, ഇത് 2019 അല്ലേ? 19. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 6 വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ സജീവ സാന്നിധ്യമായിട്ട് തുടരുവാണ്, മതവിമർശനമൊക്കെ നടത്തി അങ്ങനെ പോവാണല്ലോ. അപ്പോൾ പൊതുവെ ആളുകൾ എപ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ എന്തിനാ ഈ മതവിമർശനമൊക്കെ നടത്താൻ പോകുന്നത്? ആരെങ്കിലുമൊക്കെ ആ മതത്തിനകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ നല്ല സാധനങ്ങൾ എടുത്ത് അവരുടെ സന്തോഷത്തിനൊക്കെ ജീവിച്ച് പോകുന്നെങ്കിൽ പോട്ടെ, എന്തിനാ അവരെ നിങ്ങൾ ശല്യപ്പെടുത്താൻ പോകുന്നത്? അങ്ങോട്ട് പോയി എന്തിനാ അവരെ ഗുണദോഷിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള സാധനങ്ങൾ പൊതുവെ ആളുകൾ പറയും. നിങ്ങൾക്ക് അതുകൊണ്ട് ഇപ്പോൾ എന്താ കിട്ടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് എന്താ നേട്ടം എന്നുള്ളത്. ആരിഫിന് എന്താ നേട്ടം? നേട്ടം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യമാണ്. അതായത് നമ്മളെ സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു എലമെൻ്റാണ് ഈ മതം എന്ന് പറയുന്നത്. ഞാനതിന് വിളിക്കാറ് പേപ്പട്ടി മതം എന്നാണ്. ഓക്കെ, എന്നുവെച്ചാൽ എല്ലാ ആശയങ്ങൾക്ക് പലതിനും കുഴപ്പമുള്ളതുണ്ട്, കുഴപ്പമില്ലാത്തതുണ്ട്, നല്ല ആശയങ്ങളുണ്ട്, മോശം ആശയമുണ്ട്, നമുക്ക് ഗ്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ആശയങ്ങളിൽ പെട്ടതാണ് ഈ മതം എന്ന് പറയുന്ന ആശയം. ഈ മതങ്ങളിൽ തന്നെ ഒരു ഗ്രേഡ് ഉണ്ട്, ആ ഗ്രേഡ് നമ്മൾ എടുക്കുക. അങ്ങനെ എടുക്കുന്ന സമയത്ത്
ചില മതങ്ങൾ അത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉയർത്തി വെക്കുന്ന ഈ മതേതരത്വം എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾക്ക് വലിയ പരിക്കുണ്ടാക്കുന്ന മതങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും പ്രയോറിറ്റി കൂടുതൽ ഇതിനാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത് ഇസ്ലാമാണ്. ഇപ്പോൾ ഭീകരവാദം എന്ന് പറയുന്ന ഒരു വിഷയം, ലോകത്ത് തന്നെ ഭീകരവാദം നടക്കുന്നതിൻ്റെ കണക്ക് എല്ലാ വർഷവും പുറത്ത് വിടാറുണ്ട്. അതിൽ ആ ഒരു ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് പുറത്ത് വിടുമ്പോൾ അതിലെ കണക്ക് നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇസ്ലാമിക് ടെറർ കഴിഞ്ഞിട്ടേ ബാക്കി വരുന്നുള്ളൂ. സ്ഥലമില്ല ബാക്കിയുള്ളത് എഴുതി വെക്കാൻ. അമ്മാതിരി കണക്കാണത്. അപ്പോൾ സോഷ്യൽ ഇഷ്യൂ ആയിട്ട് ഈ മതങ്ങൾ മാറുമ്പോൾ അവിടെ ഈ സോഷ്യൽ പൊളിറ്റിക്കൽ ആവുക, സോഷ്യൽ ഒരു ആക്ടിവിസം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ സോഷ്യലി ഇത്തരം വിഷയങ്ങളോട് സെൻസിറ്റൈസ്ഡ് ആവുക എന്നുള്ളത് അതൊരു നല്ല പൗരൻ്റെ ലക്ഷണമായിട്ടാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. ഇപ്പം അതും ഒരു കാരണമാണ്. ഇപ്പോൾ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴും ഈ NSS, റെഡ് ക്രോസ് അങ്ങനെയുള്ള കുറേ സംഘടനകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിലൊക്കെ നമ്മൾ ആക്റ്റീവായിരുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ പിന്നെ കോളേജ് യൂണിയൻ, SFI ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മളുടെ ഒരു പാരമ്പര്യം അതാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത് അതാണ്. അതായത് സോഷ്യലി ആക്റ്റീവ് ആയിരുന്നു അന്ന്. എനിക്ക് തോന്നുന്നു എക്സ് എന്നുള്ള ടേമിന്റെ കൂടെ ഒരെണ്ണം കൂടെ പാഡ് ചെയ്യാം, കമ്മ്യൂണിസ്റ്റ്. അപ്പം നമ്മൾ പറയുന്നത്, അപ്പം നമ്മളുടെ ആക്ടിവിറ്റി മൊത്തം നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സൊസൈറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ് പണ്ടേ. അത് ഈ കോളേജ് ലെവലിൽ തന്നെ നമ്മൾ അങ്ങനെയായിരുന്നു. പിന്നെ ഈ ചാരിറ്റി പ്രവർത്തനം, അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ ഇതിലേക്കൊക്കെ പിന്നെ മുന്നേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സൊസൈറ്റീനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എപ്പോൾ കണ്ടപ്പോഴും നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. അത് പണ്ടുപോലെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു ഗൗരവമുള്ള ഒരു വിഷയം, അതൊരു ഇപ്പം നമ്മൾ പറയുമ്പോൾ ഇപ്പം മറ്റേ വിഷയങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ലോക്കൽ ഗ്രൂപ്പായിട്ടും അല്ലെങ്കിൽ ഒരു ചെറിയ ലെവലിലൊക്കെ നിൽക്കുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ ചാരിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആദിവാസി മേഖലയിലൊക്കെ കേന്ദ്രീകരിച്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൂടിപ്പോയ ഒരു സ്റ്റേറ്റ് ലെവലിൽ വരുന്ന ഒരു വിഷയമാണ്. ഇപ്പം നമ്മൾ അന്ന് ചെയ്തതൊക്കെ സ്റ്റേറ്റ് ലെവൽ അറ്റൻഷനൊക്കെ അന്ന് കിട്ടിയിട്ടുള്ള വിഷയങ്ങളാണ്. നാഷണൽ ലെവലിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന മതവിമർശനം എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ അറ്റൻഷനാണ്. അപ്പോൾ ആ ലെവലിലേക്ക് ഇതിനൊരു ഒരു ആവശ്യം, അങ്ങനെ ഒരു നീഡുണ്ട്, അങ്ങനെ ഒരു സ്പേസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അത് ചെയ്യേണ്ട ആളില്ല എന്നുള്ളതാണ് വിഷയം. അപ്പോൾ നമ്മളത് ചെയ്യുന്നു. അതാണ് നമ്മുടെ. അപ്പോൾ അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സോഷ്യൽ ആക്ടിവിറ്റിയിൽ ഒരാൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഡോപ്പമിൻ റഷ് ഉണ്ട്. അത് ശീലിച്ച അതിൽ ഒരു കിക്ക് കിട്ടിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്തിനാണ് പിണറായി വിജയൻ അങ്ങനെ ചെയ്യുന്നത്, എന്തിനാണ് ഉമ്മൻചാണ്ടി അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്താ അപ്പോൾ അവർ പറയാം. അത് തന്നെയാണ് നമുക്ക് പറയാം. ഇപ്പോൾ ഇത് പറയുമ്പോൾ ആളുകൾ ചോദിക്കും, അപ്പോൾ നീ ഉമ്മൻചാണ്ടിയാണെന്നാണോ പറയണതെന്നൊക്കെ ചോദിക്കും. ഇത് പണ്ട് നമ്മൾ ഭാര്യ വീട്ടുകാർ ചോദിച്ചാണ്, ഇത് നീ എന്തിനാ ഇതേ ചോദ്യം എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ഈ മഹാത്മാഗാന്ധി ഇതൊക്കെ തന്നെയല്ലേ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ നീ മഹാത്മാഗാന്ധിയാണോ എന്ന് ചോദിച്ചു. ചെറിയ മഹാത്മാഗാന്ധിയാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ അതിൻ്റെ ഉത്തരം. അവർ ചെയ്തതിനൊരു കാരണമുണ്ട്, ഒരു സോഷ്യൽ നീഡ് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ചെയ്യുമ്പോൾ അതൊരു ലെവൽ ഓഫ് ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ഒരു നമ്മൾ പറയുമല്ലോ ഈ മെൻ്റൽ ഹാപ്പിനെസ്സിൻ്റെ ഒരു ലെവൽ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു നീഡിൻ്റെ ഒരു ഹൈറാർക്കിയൊക്കെ നമ്മൾ പറയുന്നത്, അതിൽ വരുന്നൊരു ലെവലാണിത്. അപ്പം നമ്മളെ സംബന്ധിച്ചാൽ ബേസിക് നീഡ്സൊക്കെ കഴിഞ്ഞ് നമ്മളുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ നടന്നു പോകുമ്പോൾ പിന്നെ നമുക്കൊരു ഹാപ്പിനെസ് കണ്ടെത്താനുള്ള വഴികളിൽ ഇത് തന്നെയാണ്, ഈ സോഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത് തന്നെയാണ്. അതാണ് ഇതിൻ്റെ കാര്യം. അല്ലാതെ ഹൂറികളൊന്നും കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു പൊതുവെ നമ്മളിങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഈ മതത്തിനെ എതിർത്ത് സംസാരിക്കുമ്പോൾ പൊതുവെ അവർ പറയാറുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ മതത്തിനെ എതിർക്കുന്നു, മേ ബി അത് നിങ്ങളുടെ ഇഷ്ടമായിരിക്കും, പക്ഷേ മതത്തിനകത്ത് കുറേ നല്ല വശങ്ങളുണ്ടല്ലോ, ഈ മോശം കാര്യങ്ങൾ മാത്രം മാറ്റി വെച്ചിട്ട് ഈ നല്ല സാധനങ്ങൾ മാത്രം എടുത്താൽ മതിയല്ലോ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇസ്ലാമിൽ അങ്ങനെ എടുക്കാൻ എന്തെങ്കിലും നല്ല സാധനങ്ങൾ ഉണ്ടോ ആരിഫിൻ്റെ ഒരു അഭിപ്രായത്തിൽ? ഇസ്ലാമിൽ നല്ല സാധനങ്ങൾ ഉണ്ടെന്ന് തന്നെ കൂട്ടാം. അപ്പോൾ നല്ല സാധനങ്ങൾ എടുക്കണം എന്ന് നമുക്കറിയാം എന്നാണല്ലോ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നല്ലത് എടുക്കണം. പിന്നെ നിങ്ങൾക്ക് നല്ല സാധനം തപ്പണം എന്ന് നിങ്ങൾക്കറിയാം, ഒക്കെ ശരിയാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു കപ്പലണ്ടി തിന്നണം, നിങ്ങൾ കടപ്പുറത്ത് പോവുകയാണ്. ഓക്കെ, കടപ്പുറത്ത് മണലിൽ ആളുകൾ തിന്നുന്നതിൻ്റെ ഇടയിൽ താഴെ വീണ് പോയിട്ടുള്ള കപ്പലണ്ടി ഇഷ്ടം പോലെ ഉണ്ട്. അപ്പുറത്ത് കപ്പലണ്ടി വിൽക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ എവിടെ പോയിട്ടാണ് കപ്പലണ്ടി വാങ്ങിക്കുക? എവിടെ നിന്നാണ് കപ്പലണ്ടി കണ്ടെത്തുക? കപ്പലണ്ടി കടയിൽ പോയിട്ട്. ആരെങ്കിലും മണലിൽ അവിടെ കടപ്പുറത്ത് വീണ് കിടക്കണ കപ്പലണ്ടി തപ്പി നടന്ന് അത് കഷ്ടപ്പെട്ട് എടുത്ത് കൊണ്ടുപോയി, എന്നിട്ട് അത് അരിച്ചെടുത്ത്, എന്നിട്ട് അതിൽ നിന്ന് അത് തണുത്ത് പോയതാണ് വീണ്ടും കൊണ്ടുപോയി ചൂടായി. എന്തിനതിന് നിൽക്കണമെന്ന് നമ്മൾ ചോദിക്കണം. അപ്പം നന്മ ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിലല്ല. കടൽക്കരയിലുള്ള മണലിലും നിങ്ങൾക്ക് ബീച്ചിലും കപ്പലണ്ടി കിട്ടും. പക്ഷേ നമുക്കല്ലാതെ തന്നെ നന്മ കണ്ടെത്താനും അത് വ്യവസ്ഥാപിതമായിട്ട് അത് നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ള വഴികളും ഇന്നുണ്ട്, ആധുനിക ലോകത്തുണ്ട്. അതുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഈ മറ്റേ കടൽക്കരയിലെ മണൽ അത് അരിച്ച് കപ്പലണ്ടി കണ്ടെത്താൻ വേണ്ടി നിൽക്കണമെന്ന് ഞാൻ ചോദിക്കണേ. അതിനകത്ത് ഉണ്ടായിക്കോട്ടെ, ഉണ്ടാവാതിരുന്നോട്ടെ. അപ്പോൾ നമുക്ക് അതിനേക്കാൾ നല്ല രീതിയിൽ
നല്ല നിയമസംഹിതകളായിക്കൊണ്ട് അത് കോഡിഫൈ ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇതൊരു വേസ്റ്റ് ഓഫ് എഫേർട്ടാണ് ഒന്നാമത്തെ കാര്യം. നമ്മളുടെ ഇപ്പം നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന വശം എന്ന് പറഞ്ഞാൽ എനർജി ഒരു കൺസർവ് ചെയ്യുക എന്നുള്ളൊരു പോയിന്റ് കൂടിയുണ്ട്, ടൈം ആൻഡ് എനർജി. ഇത് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ എടുത്ത വഴി എന്നുള്ള രീതിയിൽ മറുപടി പറയുന്നത്, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ചോദിക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഉത്തരം കൊടുക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചില ആരോപണങ്ങളൊക്കെ പറയാറുണ്ട്. മെഴുകാൻ വിടുന്നില്ല പച്ചയ്ക്ക് പറഞ്ഞ്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? സമയമില്ല ഒന്നാമത്തെ കാര്യം. അവർക്ക് സമയം ഉണ്ടാവുമായിരിക്കും, നമുക്ക് അതിന് മാത്രം സമയമൊന്നുമില്ല. ഉള്ള സമയം നമ്മൾ വെച്ചിട്ടാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഈ വരുന്ന ആളുകൾ നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്ന ഈ കാടും പടലയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പോകേണ്ട കാര്യമില്ല. അപ്പോൾ എന്ന് പറഞ്ഞ മാതിരി നന്മ നിങ്ങൾക്ക് കണ്ടെത്താനുള്ള വഴികൾ ഇന്നുണ്ട്. ഇനി ഒരു ഉദാഹരണം കൂടി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു നിയമസംഹിത, ഓക്കെ, ഇപ്പോൾ ഇസ്ലാം തന്നെ എടുക്കുകയാണ്. അപ്പോൾ ഇസ്ലാമിലെ ഒരു നിയമസംഹിത എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ മതത്തിൻ്റെ ശരിയ നമ്മൾ പറയുന്നു. അപ്പോൾ അതിനകത്ത് നന്മ ഉണ്ടോ എന്നാണ് ചോദിക്കുക. നന്മയുണ്ട് തന്നെ കൂട്ടുക. ഇപ്പോൾ എന്താണ്, ഉമ്മാൻ്റെ കാലടിയിലാണ് സ്വർഗം എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ തൽക്കാലം എടുക്കുന്നു. നല്ല കാര്യം തന്നെയാണ്, അതിലൊന്നും നമുക്ക് തർക്കമൊന്നുമില്ല. ഇനി അതിൻ്റെ ന്യൂആൻസസും നമ്മൾ തപ്പിപ്പോകുന്നൊന്നുമില്ല. അതേപോലെ ഇപ്പോൾ ചൈനയിൽ പോയിട്ടാണെങ്കിൽ വിദ്യ അഭ്യസിക്കണം എന്ന് പറയുന്നത് ഒരു നന്മയായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷേ അത് കള്ള ഹദീസാണ് സംഭവം. പക്ഷേ എന്നാൽ പോലും അവർ നന്മയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് തിരികെ സാധനമാണ്. അതുകൊണ്ട് നമ്മളത് എടുക്കുന്നു. ഇനി ഇന്നത്തെ ഒരു പുതിയൊരു നിയമസംഹിത നമ്മൾ എടുക്കുകയാണ്. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളെടുത്ത് നോക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് എത്ര തിന്മ കണ്ടെത്താൻ കഴിയും? ഇത് നമുക്ക് പറ്റിയതല്ല എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു സാധനം നിങ്ങൾക്ക് എത്ര ശതമാനം അതിൽ നിന്ന് എടുക്കാൻ പറ്റും? ഒരു 5%, 10% കിട്ടിയെന്ന് തന്നെ കൂട്ടുക. 10% കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഭയങ്കര തിന്മയാണ് എന്നുള്ളത് അങ്ങനെ ഇല്ല ഒന്നാമത്തെ കാര്യം. പക്ഷേ നിങ്ങൾ ഈ ഖുറാനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ അതിനകത്ത് നന്മയില്ല എന്നാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ അതിനകത്ത് തിന്മയുണ്ട്. തിന്മ എത്ര ഉണ്ട്? തിന്മ ആണ് മെജോറിറ്റി. ഓക്കെ, നന്മ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ഈ തപ്പണ്ടി വരുന്നത്. നന്മയാണ് മെജോറിറ്റി എന്നുണ്ടെങ്കിൽ തപ്പി നോക്കേണ്ട കാര്യമില്ലല്ലോ. അത് തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇത് നിങ്ങൾ ഖുറാൻ ഒന്ന് തുറന്ന അടിമ ഗോത്രം പോയി കൊള്ളയടിക്കുക, ഒന്നുകൂടി അടച്ച് ഒന്നുകൂടിയും തുറന്ന അതെ ഭർത്താവ് ഉണ്ടെങ്കിലും അവരുടെ ഭാര്യയെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യും. ഇതാണ് അടുത്തത്. ഒന്നുകൂടി അടച്ച് ഒന്നുകൂടിയും തുറന്ന് അതെ അടിമയും ഉടമയും ഒരുപോലെയല്ല, ഇതും ശരിയാവില്ല. ഒന്നുകൂടി അടച്ച് ഒന്നുകൂടിയും തുറന്ന് കാഫറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ല്, ഒന്നുകൂടി അടച്ച് ഒന്നുകൂടി ഇതിങ്ങനെ നിങ്ങൾ എത്ര തവണ അടച്ചു തുറന്നാലും ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുക. നിങ്ങൾ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കൂ, ഇത് മനുഷ്യനുണ്ടാക്കിയ സാധനമാണ്. ഇത് അടച്ച് തുറക്കുക, അതിൽ കാണുന്ന 51AH വരുന്നു, ശാസ്ത്രം അടുത്ത് തുറക്കുന്നു, മതസ്വാതന്ത്ര്യം, ഓക്കെ, അടുത്തത് അഭിപ്രായ സ്വാതന്ത്ര്യം. ഇത് നിങ്ങൾ അടച്ച് തുറക്കുന്നതോട് കാണുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഫ്രീക്വൻസിയിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. ഇതാണ് ഈ പ്രശ്നം. ഇത് നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടി വരും. ഇനി ദൈവം ഉണ്ടാക്കിയ ഒരു സാധനത്തിൽ എങ്ങനെ തിന്മ വരുന്നത്? നന്മയുണ്ട് തിന്മയുണ്ട്, നന്മ എടുത്താൽ പോരെന്ന് ചോദിക്കുമ്പോൾ അവിടെ തന്നെ ദൈവസങ്കല്പം പൊളിയല്ലേ. ഒരു ദൈവം ഉണ്ടാക്കിയ സാധനത്തിൽ 1% പോയിട്ട് ഒരു 0.1% പോലും തിന്മ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് തിന്മയുണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നതോടെ തന്നെ ദൈവസങ്കല്പം പൊളിഞ്ഞു. അത് ദൈവമല്ല, അത് ഏതോ ഒരു കാട്ടർബി ഉണ്ടാക്കിയതാണ് നമ്മൾ സമ്മതിക്കുകയാണ്. അതിനി ഏത് മതം എടുത്തു കഴിഞ്ഞാലും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ആ ചോദ്യം ഒരു വിശ്വാസി ചോദിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസി ആ മതത്തിൽ അവിശ്വസിച്ച് കഴിഞ്ഞിരിക്കുന്നു, അതിലെ ദൈവികതയെ പൊളിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചോദ്യം യമണ്ടൻ ചോദ്യമായിട്ട് അവർക്ക് തോന്നും. പക്ഷേ അതിൻ്റെ അടിസ്ഥാന പ്രശ്നം ഇതാണ്, ദൈവസങ്കല്പത്തെ തന്നെ പൊളിച്ചിട്ടാണ് ഈ ചോദ്യം മുന്നോട്ട് വെക്കുന്നത്. എന്നാലും നമ്മൾ ഉത്തരവൊക്കെ പറയും കേട്ടോ. ഇത്തരത്തിലുള്ള ആൾക്കാർ, അതായത് അവർക്ക് തന്നെ ഒരു സൈഡിൽ കൂടെ അറിയാം ഇതൊക്കെ പ്രശ്നമാണ് എന്നുള്ളത്, പക്ഷെ എന്നാലും തട്ടിമുട്ടി ഇങ്ങനെ ഓരോ ന്യായമൊക്കെ പറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ടല്ലോ. പക്ഷെ അവർ പറയുന്ന വേറൊരു കാര്യമാണ്, റിലീജിയൻ ഒരു കംഫർട്ട് സോഴ്സ് ആണ് കുറച്ച് ആളുകൾക്കെങ്കിലും. എല്ലാ ആളുകൾക്കും ഇപ്പോൾ അതിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഇങ്ങനെ ഭയങ്കര ബോൾഡായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. സോ ഇമോഷണലി നമുക്കൊരു സപ്പോർട്ട് കിട്ടാൻ ഭയങ്കര ഇന്നോവേറ്റബിൾ ആണ് ഈ റിലീജിയൻ ഒക്കെ എന്നുള്ളത്. അപ്പോൾ ആരിഫ് വിശ്വാസി ആയിരുന്ന കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ റിലീജിയൻ ഒരു കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? ആൻഡ് ഓൾസോ അതിൽ നിന്ന് പുറത്ത് വന്ന സമയത്ത് ഇങ്ങനൊരു കംഫർട്ട് സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എന്തിലാണ് റിലേ ചെയ്തത്? അത് നല്ലൊരു ഇത് പറയുമ്പോൾ ഈ കംഫർട്ട് എന്ന് പറയുന്ന ഒരു സാധനം പറയുമ്പോൾ നമുക്കെപ്പോഴും ഓർമ്മ വരുന്ന RC തന്നെ പറഞ്ഞൊരു സാധനമാണ്, നമ്മളുടെ കയ്യിൽ ഒരു കള്ളനോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു സമാധാനം എന്ന് പറയുന്നത്. ഇതാണ് ഒരു നല്ല ഉദാഹരണം തന്നെയാണ്. വേറൊരു ഉദാഹരണം കൂടി ഉണ്ട്. കാരണം എനിക്ക് ഈ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ, നമ്മൾ വലിയ വിശ്വാസിയായിരുന്നു, ഭയങ്കര ഈ അള്ളാഹു നമ്മളെ കയ്യിലാണ് വെച്ചിരിക്കുന്നത്, നമുക്കൊന്നും സംഭവിക്കില്ല, അങ്ങനെ ഒരു ചിന്തയിൽ നടന്നിരുന്ന ഒരാളാണ്. മീൻസ് നമുക്കൊന്നും സംഭവിക്കില്ല. അപ്പോൾ പിന്നെ ഉണ്ട്, അതായത് നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പരീക്ഷണം നിങ്ങൾക്ക് താങ്ങുന്ന ആളാണ്. അപ്പോൾ ശക്തരെ മാത്രമാണ് പരീക്ഷിക്കുകയുള്ളൂ, നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത പരീക്ഷണം തരൂല എന്നാണ് ഇതേപോലെ പറഞ്ഞേക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയുള്ള സാധനമൊക്കെ വെച്ചിട്ട് കുറേ നാളൊക്കെ പോയി. പക്ഷെ അപ്പോഴെൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നൊരു സാധനമുണ്ട്,
നമ്മൾ ഇത്രയൊക്കെ നന്മ ചെയ്ത് ഭയങ്കര നല്ല മനുഷ്യനായിട്ട് ജീവിച്ചിട്ടും നമ്മളെ ജീവിതത്തിൽ ചില സെറ്റ് ബാക്സ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആലോചിച്ച് ഇത് ശരിയല്ല. ഇപ്പം നമ്മളുടെ വാപ്പ നമുക്ക് എല്ലാം ചെയ്തു തരുന്ന നമ്മളെ വാപ്പ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാൻ നമ്മളെ ഇടയ്ക്കൊന്ന് സന്തോഷിപ്പിക്കും കൂടി വേണ്ടേ? ഇത് ചെയ്യുന്നത് ഒരു 100 കാര്യമുണ്ട്. ഈ 100 കാര്യം നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യം മാത്രം ചെയ്യുന്ന ഒരാളെ നമ്മൾ വാപ്പാന്ന് വിളിക്കുമോ? അതൊരു ടോക്സിക് വാപ്പയാണ്. അങ്ങനെയല്ലേ നമ്മൾ പറയാം. അപ്പോൾ എന്ന് പറഞ്ഞ മാതിരി നിങ്ങൾ ശക്തനാണെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെങ്ങനെ 24 മണിക്കൂർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം എന്നാണ്. അതൊരു ടോക്സിക് ദൈവമാണെന്നാണ് അന്ന് എനിക്ക് മനസ്സിലായത്. ഇതിലെന്തോ കുഴപ്പമുണ്ടെന്നാണ് അന്ന് തോന്നി. അങ്ങനെ ഞാൻ ഈ നിസ്കാരം ഏകദേശം ഒരു 6-8 മാസം ഞാൻ നിസ്കരിക്കാതിരുന്നു. നിസ്കാരമില്ല, നോമ്പില്ല. ഇതൊന്നും വീട്ടുകാർക്കൊന്നും അറിയില്ല കേട്ടോ. ഞാൻ എന്നോട് തന്നെ ഒരു രഹസ്യമായിട്ട് ഒരു കലഹം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പ്രൊട്ടസ്റ്റ്. ഞാൻ ഇനി എന്താ ഉണ്ടാവുമെന്ന് അറിയാലോ എന്നും പറഞ്ഞിങ്ങനെ നടന്നു. അങ്ങനെ അന്നൊരു ചെറിയൊരു കച്ചവടം, ഒരു ബിസിനസ് ഉണ്ടായിരുന്നു, ഒരു സോഫ്റ്റ്വെയറിൻ്റെ. അപ്പോൾ ആ ഹോമിയോ ഡോക്ടർ ഇങ്ങനെ വിട്ടു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മളുടെ ഡ്രൈവറായിട്ട് നമ്മൾ കൂട്ടുകാരനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ പാർട്ട്നേഴ്സാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം ഒരു ഡോക്ടറെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വയനാട്ടിലേക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി ഭയങ്കര വിശ്വാസിയാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ പോണ വഴിക്ക് ഇങ്ങനെ പള്ളി കാണുമ്പോൾ ഇടയ്ക്ക് സമയമാവും. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്നു, നിസ്കരിക്കുക. അപ്പോൾ ഞാൻ വണ്ടി തന്നെ ഇരിക്കും. ഇങ്ങനെയാണ്. അപ്പോൾ എന്നോട് എന്താ നിസ്കരിക്കാത്തതെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഞാൻ ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. കുറേ ഇങ്ങനെ ദിവസങ്ങളോളം യാത്ര ചെയ്യുമ്പോൾ എന്തായാലും ഇത് കണ്ടുപിടിക്കും. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, നീ നിസ്കരിക്കുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ പോയി, അതിനൊരു തീരുമാനമായിട്ട് എന്നിട്ട് ഞാൻ നിസ്കരിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നിസ്കാരം ഇബാദത്ത് എന്നൊക്കെ പറയുന്ന സംഗതി അത് ഇവിടത്തേക്കുള്ളതല്ല, അത് മരിച്ചു കഴിഞ്ഞിട്ടുള്ള സംഗതിയാണ്. അത് അവിടത്തേക്കുള്ള സാധനമാണ്. ഇവിടത്തേക്കുള്ളത് വേറെ തന്നെ, അത് നീ പ്രാർത്ഥിക്കുക, ഇതാണ് അതിൻ്റെ വഴി എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അന്ന് അസർ മുതൽ ഞാൻ നിസ്കരിച്ചു തുടങ്ങി. അന്നാണ് അത് ബ്രേക്ക് വരുന്നത്. പിന്നെ സംഭവിക്കണം എന്താണെന്ന് കഴിഞ്ഞാൽ, നമ്മൾ പിന്നെയും കുറേ മുന്നോട്ട് പോയപ്പോൾ ഈ വിശ്വാസമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ നമ്മൾ ഈ വിമർശനവും ഇതൊക്കെ ആയിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ ഒരു ദിവസം ഒരു കോള്, അന്ന് എൻ്റെ ഈ പറഞ്ഞ ഡ്രൈവറായിട്ടുണ്ടായിരുന്ന ആളാണ് വിളിക്കണത്. പുള്ളി എന്നോട് പറഞ്ഞു, നീ ഇപ്പം മതമൊക്കെ വിട്ടില്ലേ? വിട്ടു. ഞാനും വിട്ടു. അപ്പോൾ പുള്ളി ഇപ്പോൾ വലിയ വിശ്വാസമൊന്നുമില്ല. പുള്ളിയുടെയും വിശ്വാസമൊക്കെ പോയി. പുള്ളി ഞാൻ കാരണമൊന്നുമല്ല, അല്ലാതെ തന്നെ പുള്ളിയുടെ രീതിയിൽ. അപ്പം പുള്ളി മതമൊക്കെ വിട്ടു. നിസ്കാരം വീട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഈ ജുമാ, അതായത് വെള്ളിയാഴ്ച സമയമാകുമ്പോൾ വണ്ടി എടുത്ത് ഇറങ്ങും, എവിടെയെങ്കിലൊക്കെ പോയി പാർക്ക് ചെയ്യും, അല്ലെങ്കിൽ വേറെ പള്ളിയിലാണ് പോയെന്നൊക്കെ പറഞ്ഞ് നുണയൊക്കെ പറഞ്ഞ് ഇപ്പോഴും അങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞമാർ പുറത്തേക്ക് അങ്ങനെ വന്നിട്ടില്ല. അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട്. സോ നമ്മുടെ ഒരു സെക്കൻഡ് പാർട്ട് കൂടെ ഉണ്ടായിരുന്നു, അതായത് ഇസ്ലാമിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം എവിടെ നിന്നാണ് ആ ഒരു കംഫർട്ട് കിട്ടിയത്? യെസ്, ഈ എനിക്കങ്ങനെ വേറെ സ്ഥലത്തുനിന്ന് കംഫർട്ട് സീക്കേണ്ടി വന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അതിന് ഹെൽപ്ഫുൾ ആയത് ഈ ഹോമിയോപ്പതിയിൽ ആയിട്ട് എനിക്കുണ്ടായിരുന്ന റിലേഷനാണ്. കാരണം ഈ നിങ്ങൾ എവിടെയെങ്കിലും ഈ ഹോമിയോ ക്ലിനിക്ക് ചികിത്സാ പിഴവിൻ്റെ പേരിൽ തല്ലി തകർത്തതിൻ്റെ ഒരു വാർത്ത എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് കേൾക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി ചികിത്സ തേടി ഒരു ഹോമിയോ ഡോക്ടറെ അടുത്ത് എത്തുന്നത് അയാൾക്ക് തന്നെ അറിയാം ഇതൊരു ലോട്ടറിയാണ്, അടിച്ചു. അതുകൊണ്ട് തന്നെ ഇനി അവിടെ എന്ത് കുഴപ്പമുണ്ടായാലും അത് അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. അവിടെ സംഭവിക്കുമെന്നുള്ളൊരു ഉറപ്പോ അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുമെന്നുള്ള ഒരു വാഗ്ദാനമോ ഇതൊന്നും അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. മാത്രമല്ല നമ്മളൊക്കെ കണ്ടിരിക്കുന്നത്, ഇനി അഥവാ നമുക്ക് എന്തെങ്കിലും പറ്റി നമ്മളാകെ ഡെസ്പെടിച്ചിരിക്കുന്നത്, രോഗി നമ്മളോട് ആശ്വസിപ്പിക്കും, പോട്ടെ ഡോക്ടറെ എനിക്ക് വിധിച്ചിട്ടില്ല അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആശ്വസിപ്പിക്കുന്ന രോഗികളാണ്. അപ്പൊ ഒരു ഹോമിയോ ഡോക്ടർക്ക് മാത്രം കിട്ടുന്ന ചില പെർക്സ് എന്നല്ല, ഒരു സൗഭാഗ്യമാണത്. ഇങ്ങനെയൊക്കെ ഒരു രോഗി നമ്മളോട് പെരുമാറാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊന്നും ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടർമാർ കാണാത്ത കാര്യമാണ്. ഡോക്ടറെ ആശ്വസിപ്പിക്കുന്ന, ചികിത്സ ഫലിക്കാതെ പോയതിൽ ഡോക്ടറെയൊക്കെ ആശ്വസിപ്പിക്കുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. പക്ഷെ ഹോമിയോ ഡോക്ടർമാർക്ക് ഇത് കിട്ടും. അപ്പം ആ ഒരു സംഗതി, അതായത് ഇതൊരു ലോട്ടറി ആണെന്നുള്ളൊരു സംഗതി, കിട്ടിയാൽ കിട്ടി എന്നുള്ളൊരു രീതി. ഇതുപോലെ തന്നെയാണ് ഈ ദൈവവിശ്വാസം എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാവുന്നത്. എന്നുവെച്ചാൽ അത് കിട്ടിയാൽ കിട്ടി, ഇത് നിങ്ങൾക്ക് ഒരു ഉറപ്പില്ല, ഇത് ചെയ്യും, ഇത് കിട്ടും, അല്ലെങ്കിൽ അങ്ങനെ നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ പരീക്ഷണമാണല്ലോ. പരീക്ഷണം അല്ലെങ്കിൽ ശിക്ഷ, ഇതിലേതെങ്കിലും ഒരു കാറ്റഗറിയിൽ നിന്നാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ ഒറിജിനൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതല്ല, അത് വേറെ എന്തോ ആണ്. അത് ഹോമിയോപ്പതിയിൽ നിന്നാണ് നമുക്ക് ആ ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നത്. ഒറിജിനൽ സൊല്യൂഷൻ ഇതല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അവിടെ ലോട്ടറി എടുപ്പാവുന്നത് എന്ന് പറഞ്ഞ മാതിരി ഒറിജിനൽ സൊല്യൂഷൻ പ്രാർത്ഥന അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അവിടെ അതിൽ ഒരു ഫ്രസ്ട്രേഷൻ തോന്നാത്തത്. അപ്പോൾ പിന്നെ ഒറിജിനൽ സൊല്യൂഷൻ എന്താ? ഒറിജിനൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ പണിയെടുക്കുക, നമ്മൾ പ്ലാൻ ചെയ്യുക, നമ്മളത് എക്സിക്യൂട്ട് ചെയ്യുക, നമ്മൾ അതിനകത്ത് ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മൾ ഒരു പ്ലാൻ ABCDEFG അങ്ങനെ ചെയ്ത് അങ്ങനെ പോകുമ്പോൾ ഒരു വ്യത്യാസം വരും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ പ്ലാൻ A മാത്രം പോരാ,
ഒരു ബിയും സിയും ഡിയും ഒക്കെ വേണമെന്ന് തിരിച്ചറിഞ്ഞുകൊടുത്താണ് നമുക്ക് ഈ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വഴിയിലൂടെ ആശ്വാസം കണ്ടെത്തുന്ന ആ രീതിയോട് നമുക്ക് അത് മാറ്റി പിടിക്കണം. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു അത് നമ്മളിൽ നമുക്ക് വിശ്വാസം കൂടുകയാണ് ചെയ്യുന്നത്. നമ്മളെ കഴിവായാലും നമ്മളെ കുറവുകളായാലും അതിനെക്കുറിച്ചൊരു തിരിച്ചറിവാണ് പ്രധാനം. ഓക്കെ, അത് വന്നു കഴിയുമ്പോൾ ഇത് എല്ലാവർക്കും പറ്റുമെന്നൊന്നും അങ്ങനെയൊന്നല്ല നമ്മൾ പറയുന്നത്. ഇത് ഇമോഷണലി നമ്മൾ സ്റ്റേബിൾ ആകുമ്പോഴേ നമുക്കിത് പറ്റുള്ളൂ എന്നുള്ളതാണ് ഇനി മനസ്സിലാവുന്നത്. കാരണം നമ്മളിപ്പോൾ ഒന്ന് ഡൗൺ ആയി പോകുന്നു, അപ്പോൾ അവിടെ ഒരു നെറ്റ്വർക്ക്, ഒരു കൂട്ടായ്മ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആ ഒരു സർക്കിളിലൂടെയാണ് ഇത് അവിടെ നർച്ചർ ചെയ്യപ്പെടുന്നത്. അതിപ്പോൾ നമ്മൾ ഡൗൺ ആയിട്ട് ഇരിക്കുമ്പോൾ വേറെ ആൾ വന്നിട്ടായിരിക്കും നമ്മൾക്കിത് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഞാനത് പറയുകയാണെങ്കിൽ ഇപ്പോൾ എസെൻസിൻ്റെ തന്നെ ടീമിലൂടെ പല സമയങ്ങളിൽ നമുക്ക് അങ്ങനെ സപ്പോർട്ട് പണ്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് തന്നിട്ടുള്ളൊരു മോറൽ സപ്പോർട്ടും ഒരു പേഴ്സണലായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള അങ്ങനെ ഒരു നെറ്റ്വർക്കിങ്ങിലൂടെ ഉണ്ടാകുന്ന ഒരു സപ്പോർട്ടൊക്കെ അത് ഭയങ്കര വലുതാണ്. ഈ കമ്മ്യൂണിറ്റി ഫീലിംഗ് എന്ന് പറയുന്ന ഒരു സാധനം അതൊരു ഭയങ്കര കാര്യം തന്നെയാണ്. അത് എവിടെ ആയാലും നമ്മൾ പറയുന്നു, നമുക്ക് കുറച്ചും കൂടിയും പേഴ്സണലി നമുക്കത് ലഭിച്ചത് ഈ ഒരു സർക്കിളിൽ നിന്നാണ്. എന്നാൽ അതല്ലാതെയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു പരിചയമില്ലാത്ത ആൾ, എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് സാധാരണ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന സാധനമാണ് ഈ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഈ ഇഷ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ ഇടയ്ക്ക് സംസാരിച്ച് വിളിക്കുകയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരാൾ നമ്മളെ സംസാരത്തിൽ എന്തോ ഒരു പന്തികേട് തോന്നി എപ്പോഴും വിളിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ നമ്മളെ കൊണ്ട് കുത്തി പറയിപ്പിച്ചപ്പോൾ ആള് അടുത്ത സമയം എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും, ആള് നമ്മളെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ ഇട്ട് തന്ന് അങ്ങനെ പോയി ഉണ്ടാകുന്ന ഒരു അവസ്ഥ വരെ ഉണ്ട്. അപ്പോൾ ഇതാണ് ആളുകളുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഇതൊക്കെ സാധാരണ വിശ്വാസികൾ പറയും ഇതൊക്കെ വിശ്വാസികൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ പലപ്പോഴും കരകയറി പോന്നിട്ടുള്ളത് ഈ രീതി കൂടെയാണ് ഒരു ഘട്ടത്തിൽ. അപ്പോൾ ഇതൊന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ഹൂറികളെ പ്രതീക്ഷിച്ചിട്ടല്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇതേ വ്യക്തി കുറേ കാലം കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു ബുദ്ധിമുട്ടായി എന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ കഴിയില്ല, കാരണം ആൾ ഓവർസീസ് ആണ്. അപ്പോൾ അതിനുള്ള വഴി നമ്മൾ ചെയ്തു കൊടുത്ത് അങ്ങനെ അത് ക്ലിയർ, ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മളുടെ റിയൽ പ്രോബ്ലംസിന് ഉള്ള സൊല്യൂഷൻ, അത് റിയൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് വേണം. ഇത് ഇമാജിനറി ഒരു ആൾ ഇതെല്ലാം ചെയ്യുന്നുള്ളൊരു ലൈനിലൂടെ നമ്മൾ ചിന്തിച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് ഹോപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഒരിക്കലും ഫുൾഫിൽഡ് ആവില്ല. അപ്പോൾ ഹോപ്പ് വേണം, അതോടൊപ്പം അത് ഫുൾഫിൽ ചെയ്യാനുള്ള വഴികളും കൂടി നമ്മൾ കണ്ടെത്തണം. അത് രണ്ടും കൂടി ചേരുമ്പോഴാണ് നമുക്ക് ആ ഹോപ്പ് കൂടുതൽ അതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഹോപ്പായിട്ട് മാറും. അല്ലെങ്കിൽ മറ്റേതൊരു ടോക്സിക്, നമ്മൾ ഈ ഒരു ഓപ്റ്റിമിസം ടോക്സിക് ആവുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്ന മാതിരി ആ ഒരു ലെവലിൽ നിൽക്കും. അത് കുറേ കഴിയുമ്പോൾ നമ്മളത് ഡിസപ്പോയിൻറ്റഡ് ആവും. നമ്മൾ പിന്നെ മറ്റുള്ള വഴികളൊക്കെ ആളുകളൊക്കെ ജീവിതം അവസാനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതങ്ങനെയല്ല, നമ്മൾ ആ സംഗതി അവിടെ ഫുൾഫിൽഡ് ആവുന്നു എന്നുള്ളതാണ്. ആ ഫുൾഫിൽഡ് ആവണമെങ്കിലുള്ള കണ്ടീഷൻ ഇതാണ്, നമ്മൾ ട്രൂത്ത്ഫുൾ ആവുക എന്നുള്ളതാണ്. നമ്മൾ ഒരാളെ പറ്റിക്കുന്ന പോലെയോ അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്യുന്ന പോലെ നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന ഫുൾഫിൽമെന്റ് അവിടെ പിന്നെ നടക്കില്ല. ഒരു തവണ നടക്കും, അടുത്ത തവണ അവൻ പറയാം അവൻ സൂക്ഷിക്കണം, അവൻ നമ്മളെ വഹിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഒരു ലൈൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നം. അപ്പം ഇതൊരു ടു വേ ആയിട്ട് ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ആ ഒരു സാധനം കീപ്പ് ചെയ്ത് പോകുന്തോറും അത് ഫുൾഫിൽ ആവാൻ സാധ്യത നിലനിർത്തുകയാണ്. ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. നമുക്കിപ്പോൾ എന്ത് ഒരു വിഷയം ഉണ്ടായാലും അങ്ങനെ ഫുൾഫിൽ ആവാനുള്ള വഴി ഇപ്പോഴും ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഭയമില്ലെന്ന്. അപ്പോൾ നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ഈ നെറ്റ്വർക്കാണ്, ഈ മനുഷ്യന്മാരാണ്. എനിക്ക് തോന്നുന്നു ഈ മനുഷ്യന്മാരിൽ നമ്മൾ കൂടുതൽ റിലേ ചെയ്യാൻ തുടങ്ങുന്നത്, അവരെ അറ്റ്ലീസ്റ്റ് കാണാൻ തുടങ്ങുന്നത് പോലും ഒരു പക്ഷെ അവിടുന്ന് ആ ഒരു ഇമാജിനറി ദൈവത്തിലുള്ള അത് മാറുമ്പോഴായിരിക്കാം ഒരു പക്ഷെ ചുറ്റുമുള്ളവരെ കൂടുതലും മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, പുരുഷന്മാർക്ക് പൊതുവെ ഇസ്ലാമിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. അത് ഇവിടെ ആണെങ്കിലും ഈ കറണ്ട് വേൾഡിൽ ഇപ്പൊ ജീവിക്കുന്ന സമയത്താണെങ്കിലും ഇത് കഴിഞ്ഞ് മരിച്ചിട്ടാണെങ്കിലും അവർക്ക് ഒരുപാട് പ്രലോഭനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇസ്ലാം. പക്ഷെ ഈ സ്ത്രീകൾ എന്ത് കണ്ടിട്ടാണ് ഇസ്ലാമിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? അവർക്ക് ഇവിടെ ജീവിക്കുമ്പോഴും കഷ്ടപ്പാട്, അത് കഴിഞ്ഞിട്ടും പ്രോമിസ് ഒന്നുമില്ല. സോ എന്തർത്ഥത്തിലാണ് അവർ ഇസ്ലാമിൽ ഇങ്ങനെ നിൽക്കുന്നത്? സ്ത്രീകള് കടിച്ചു തൂങ്ങി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഒന്നും അങ്ങനെയല്ല സ്ത്രീകൾ. അതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്ത്രീകൾ എംപവേർഡ് ആയിട്ടുള്ള സമൂഹങ്ങളിലൊക്കെ അവർ മാറി ചിന്തിക്കുന്നുണ്ട്. ഇപ്പം അതിലേറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ഇറാൻ എന്ന് പറയുന്ന ഒരു സ്ഥലം. അവിടെ നടക്കുന്ന ആ ഒരു പ്രൊട്ടസ്റ്റ് നിങ്ങളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഹിജാബ് വിരുദ്ധ പ്രൊട്ടസ്റ്റ് ഇന്ന് ഒരു ഇസ്ലാമിക് റെജീമിനെ താഴെ ഇറക്കാനുള്ള ഒരു പ്രൊട്ടസ്റ്റായിട്ട് അത് മാറിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അത് അത്രമാത്രം ഡെപ്ത് ഉള്ള ഒരു വിഷയമാണത്. അതിനകത്ത് അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന മുഴുവൻ സ്ത്രീകളാണ്. അവരാ ഇസ്ലാം തന്നെയാണ് അവിടെ പ്രശ്നമായിട്ട് തിരിച്ചത്, കടിച്ചു തൂങ്ങി നിൽക്കുന്നില്ല. ഓക്കെ, എന്നാൽ പുരുഷന്മാരുടെ സപ്പോർട്ട് അവിടെ ഉണ്ട്. അവിടുത്തെ സിറ്റിസൺസ് എന്നുള്ള രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നു. അതിൽ എത്രത്തോളം അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ
1979 ഇസ്ലാമിക് റവല്യൂഷനിലൂടെയാണ് അവിടെ റെജീം വരുന്നത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന മറ്റ് എന്താണ് ഇസ്ലാമിക ഇതരമായ ഒരു സംവിധാനത്തെ മറിച്ചിട്ടിട്ടാണ് ഈ സാധനം വരുന്നത്. അത് മറിച്ചിടാൻ വേണ്ടിയിട്ട് ഇസ്ലാമിക് റെജീമിന് വേണ്ടി സമരം ചെയ്ത് ജയ് വിളിച്ച് നടന്നിരുന്ന ആളുകൾ, അവരുടെ അടുത്ത തലമുറ, അവരുടെ മക്കളൊക്കെ ആയിട്ടുള്ള ആളുകൾ ഇന്ന് ഇതിനെ തിരിച്ചിറക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്യുകയാണ്. ആ സമരം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആവശ്യകത ഇന്ന് മനസ്സിലാക്കിയിട്ട് അന്നത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സമരം ചെയ്തിരുന്ന ആളുകൾ ഇന്ന് ഈ കുട്ടികളോടൊപ്പം നിന്നിട്ട് സമരം ചെയ്യുന്ന അവസ്ഥയാണ്. അവരെ നേരിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, അങ്ങനെയുള്ള ആളോട് നമ്മൾ സംസാരിക്കുകയാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ബോധമുള്ള സ്ഥലങ്ങളിൽ, സ്ത്രീകൾക്ക് ചിന്തിക്കാൻ സ്വാതന്ത്ര്യമുള്ള സ്ഥലങ്ങളിൽ അവർ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ കടിച്ചു തൂങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? അത് ആ സമൂഹത്തിൻ്റെ ഒരു പിക്ചറാണത്. ആ സമൂഹത്തിൽ സ്ത്രീകൾ എത്രമാത്രം എംപവേർഡ് ആണെന്നുള്ളതിൻ്റെ ഒരു ചിത്രമായിട്ടാണ് അതിനെ കാണുക. അങ്ങനെ ഒരു സമൂഹം നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ സ്ത്രീകൾ മാത്രമല്ല അതിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്, അവിടെ പുരുഷന്മാരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അവരും ഈ പറയുന്ന പോലെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ സമൂഹത്തിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു അവസ്ഥയിൽ ഇത് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അത് സ്ത്രീകൾ അതിനകത്ത് മുൻപന്തിയിൽ ഉണ്ടാകാം. കാരണം ഇപ്പോൾ ഒരു ഹോമിയോ ക്ലിനിക്ക് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വരുന്ന രോഗികളിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. ഈ പറയുന്ന ഇപ്പോൾ കൃപാസനം പോലുള്ള സ്ഥലങ്ങൾ, അതുപോലെയുള്ള വിഷയങ്ങളൊക്കെ ഇപ്പോൾ പാസ്റ്റർമാർ നടത്തുന്ന ശുശ്രൂഷ സാധനങ്ങൾ, അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ നിങ്ങൾ വീഡിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാലൊക്കെ കൂടുതൽ സ്ത്രീകളെയാണ് കാണാൻ കഴിയുക. അപ്പോൾ അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ എളുപ്പമാണെന്നുള്ളൊരു ചിത്രം അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയാറുള്ളത്, സ്ത്രീകൾ വിചാരിച്ചാൽ ഈ മതങ്ങളൊക്കെ തകരുകയും ചെയ്യും. കാരണം ഈ സ്ത്രീകൾ പോയി ഇവർക്ക് നിന്നു കൊടുക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനും പറയാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇവരെ എംപവേർഡ് ആക്കുക, എഡ്യൂക്കേറ്റ് ചെയ്ത് ഇവരെ എംപവേർഡ് ആക്കുക, മതവിമർശനമായാലും ഇതുപോലുള്ള സംഗതികളായാലും കൂടുതൽ പബ്ലിക് ആക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇത് മനസ്സിലാവുള്ളൂ. അല്ലാതെ നമുക്ക് ഇവർ ഉപദേശിച്ച് നേരാക്കാനൊന്നും കഴിയില്ല. ഇപ്പോൾ എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രം ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ലാന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇപ്പം ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നം പ്രധാനമായിട്ട് എൻ്റെ ഉമ്മയുടെ ഭാഗത്തു നിന്നാണ്. ഉമ്മ MA B.Ed ആണ്. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയി എന്നതിൻ്റെ പേരിൽ എംപവേർഡ് ആവുന്നില്ല. അപ്പോൾ ഒരു സോഷ്യൽ പ്രഷർ കൂടി ക്രിയേറ്റ് ചെയ്യണം. ആ സോഷ്യൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നതിൽ എല്ലാവർക്കും പങ്കുണ്ട്. അതൊരു ഔട്ട്വേർഡ് പിക്ചറാണ്, മൊത്തത്തിലുള്ള ഒരു പിക്ചറാണ്. ആ ഒരു പിക്ചറിൽ ഒരു ഭാഗം മാത്രമാണ് ഈ സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സമൂഹത്തിന്റെ പിക്ചറാണ് സത്യത്തിൽ ഇതിൽ സംഭവിക്കുന്നത്. അപ്പോൾ കടിച്ചു തൂങ്ങി കിടക്കാൻ പിന്നെ കിടക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ കാരണം അവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന എന്തുകൊണ്ടാണ്? ഈ ഭയം ആണ് അതിൽ പ്രധാന ഘടകം എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ നരകഭയത്തേക്കാൾ കൂടുതൽ ഈ ഖബർ ശിക്ഷ എന്ന് പറയുന്ന ഒരു സംഗതി. ആളുകൾക്ക് ഏറ്റവും കൂടുതൽ മരിച്ച് കഴിഞ്ഞ് അവിടെ ചെന്ന് ഈ നരകം സ്വർഗം ഒക്കെ പിന്നെ വരുന്ന കാര്യമാണ്. മരിച്ചു കഴിഞ്ഞ ഉടനെ ഖബറിൽ അടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അത് തന്നെ പേടിയാണ്. അത് മറ്റേ ഖബർ ഇങ്ങനെ വിശാലമാക്കി തരണേ നാഥാന്നൊക്കെയുള്ള പ്രാർത്ഥനയൊക്കെ കിട്ടണം. JCB ഏർപ്പാടാക്കി തരണേ നാഥാന്നൊക്കെ പറയണ മാതിരി. അപ്പോൾ അതിനകത്ത് തേള് വരും, അത് വരും, ഇത് വരും, കടിക്കും പിടിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ഖബർ ഇങ്ങനെ ഞെരുക്കും, ഇതൊക്കെ പറഞ്ഞാണ് ഈ സ്ത്രീകളെയൊക്കെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുക. പിന്നെ ചില അധ്യാപനങ്ങളുണ്ട്. സ്വർഗം നമ്മൾ 7ാം ആകാശത്ത് പറന്നു പോയപ്പോൾ അവിടെ സ്വർഗത്തിൽ മീൻസ് നരകം കണ്ടപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളായിരുന്നു. അതിൻ്റെ കാരണം എന്താണ്? അവർ ഭർത്താക്കന്മാരോട് നന്ദി കെട്ടവരായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ മാനിപ്പുലേഷനാണ് ഇതിൽ പ്രധാനമായിട്ട് നടക്കുന്നത്. ആ മാനിപ്പുലേഷൻ ഇവർ വഴിപ്പെടാനുള്ള കാരണം അവരുടെ ആ ഒരു അനാലിറ്റിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന സാധനത്തെ അത് അത്രമാത്രം എംപവേർഡ് ആവുന്നില്ല എന്നുള്ളതാണ്. അതിന് സ്ത്രീകൾ തന്നെ വിചാരിക്കണം. ഇപ്പം നമ്മളൊക്കെ ചാനൽ ചെയ്യുന്നുണ്ടല്ലോ യൂട്യൂബിലൊക്കെ, അത് കാണുന്ന ഒരു ഡെമോഗ്രാഫിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലെസ് ദാൻ ഒരു 20% മാത്രമേ സ്ത്രീകൾ കാണുന്നുള്ളൂ. നമ്മളിത് പുരുഷന്മാർക്ക് വേണ്ടി മാത്രം ഒന്നല്ലല്ലോ ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്താ സ്ത്രീകൾ ഇത് കാണാത്തത്? അപ്പോൾ സ്ത്രീകൾക്ക് കാണാമല്ലോ, പുരുഷന്മാർ ഇത് കാണുന്നുണ്ടല്ലോ. ആ പുരുഷന്മാർ കാണുന്ന പോലെ അവരുടെ കയ്യിൽ മൊബൈലുള്ള സ്ത്രീകൾക്ക് ഇത് കാണാനുള്ള വഴികൾ ഇവിടെ ഉണ്ട്. എന്നാൽ 20% സ്ത്രീകൾ കാണുന്നുണ്ട്. അവരെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ പിന്തിരിപ്പിക്കാൻ പറ്റുമോ? ഈ പറഞ്ഞ കടിച്ചു തൂങ്ങി കിടക്കുന്ന സ്ത്രീകളായിട്ട് ഇവരെ കാണാൻ പറ്റുമോ? ഇല്ലല്ലോ, അവർ മാറുന്നില്ലേ. അപ്പോൾ പുരുഷന്മാർ അവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നവർ അല്ലാതെ ആയിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ്? കാര്യങ്ങളെ കുറിച്ച് അറിയുന്ന എക്സ്പോഷറാണ് അവരുടെ വ്യത്യാസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ എക്സ്പോഷർ സ്ത്രീകളിലേക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ വഴി. അപ്പോൾ മതത്തിൻ്റെ ഒരു എലമെൻറ്റും അത് വെച്ചുകൊണ്ട് മാനിപ്പുലേറ്റഡ് ആകാൻ തക്ക ഒരു സാഹചര്യം സ്ത്രീകളിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കടിച്ചു തൂങ്ങൽ അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അത് മാറണമെന്നുണ്ടെങ്കിൽ അവരെ എംപവേർഡ് ആക്കുക എന്നുള്ളതാണ്. ഇത് മാറിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ സ്ത്രീകൾ എംപവേർഡ് ആയിട്ടുള്ളതാണ്. ഈ സ്ത്രീകളുടെ എംപവർമെന്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്ന ഒരു ചർച്ചാ വിഷയമാണ് സാന്ദ്ര തോമസിന്റെ കാര്യം. ഒരു പ്രതിഷേധം എന്നുള്ള നിലയിലാണ് അവര് പർദ്ദ ധരിച്ച് അങ്ങനെ ഒരു വേദിയിൽ എത്തുന്നതെങ്കിൽ പോലും ഒരുപാട് പുരോഗമന സർക്കിളിൽ സോക്കോൾഡ് പുരോഗമന സർക്കിളിൽ പെടുന്ന ആളുകൾ അതിനെ വല്ലാണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ പല രാജ്യങ്ങളിലും സ്ത്രീകൾ ഇത്തരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു പ്രതിഷേധത്തിന്റെ ടൂൾ എന്ന പോലെ ഇതേ കാര്യം തന്നെ ചെയ്യുന്നത് അത് അത്ര ലോജിക്കൽ ആയിട്ടുള്ള കാര്യമാണ്.
അത് നമുക്ക് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വേണമെങ്കിൽ അതിനകത്ത് ഉന്നയിക്കാം. പക്ഷെ സാന്ദ്ര അത് എന്തിനു ചെയ്തു എന്നുള്ള സാന്ദ്ര പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത്തെ കാര്യം അതൊരു വസ്ത്രമായിട്ടാണ് സാന്ദ്ര അതിനെ കാണുന്നത്. ആ ഒരു അറ്റയർ അവിടെ കണ്ട ഒരു പർദ്ദ എന്ന് പറയുന്ന സാധനത്തെ ഒരു വസ്ത്രമായിട്ടാണ് സാന്ദ്ര കണ്ടത്. അത് ഒരു വസ്ത്രമായിട്ട് കാണാനും അങ്ങനെ അതിനെ ധരിക്കാനുള്ള അവകാശം സാന്ദ്രയ്ക്കും ഉണ്ട്, ഇവിടെയുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും ഉണ്ട്. അതിന് ഇല്ലയെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇവിടെ അത് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സാധനം ഏത് നിലയ്ക്കാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം വരുന്നത്. ഓക്കെ, ഒരു ഉദാഹരണം പറഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുന്നേ കാസർഗോഡ് ഭാഗത്തും കണ്ട ഒരു കോളേജിൽ മൈം കോമ്പറ്റീഷൻ. ഓക്കെ, ആ മൈം കോമ്പറ്റീഷനിൽ കറുത്ത ഒരു വസ്ത്രം ധരിച്ചു വരണം എന്ന് പറഞ്ഞു. അവരുടെ മൈമിനകത്തുള്ള വേഷം, എന്നിട്ട് പിന്നെ മുഖത്തെന്തോ ചായയൊക്കെ തേക്കും, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ വീട്ടിൽ പോയിട്ട് കുട്ടികൾ അന്വേഷിക്കുകയാണ് കറുത്ത വസ്ത്രം എവിടെ എന്നുള്ളത്. അപ്പം അതിൽ മുസ്ലിങ്ങൾ ഉണ്ട്, ഹിന്ദുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ഇവരെല്ലാവരും കൂടി ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് പർദ്ദയാക്കാം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെ എല്ലാവരും പർദ്ദ എല്ലാവരും തീരുമാനമാക്കി ഏർപ്പാടാക്കി. അടുത്ത ദിവസം കോളേജിലേക്ക് വരുന്നു, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴേക്കും കാണുന്നത് ഇടിച്ചു കുത്തിയ ആളുകൾ കോളേജിലേക്ക് വരുന്നു, പ്രിൻസിപ്പാളിനെ ഖരാബ് ചെയ്യുന്നു. പ്രശ്നം എന്താണ്? നിങ്ങൾ മതത്തെ അവഹേളിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പർദ്ദയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. അത് വസ്ത്രം എന്ന നിലയ്ക്ക് നിങ്ങൾ അതിനെ ഉപയോഗിച്ച്, ആ വസ്ത്രം എന്ന നിലയ്ക്ക് സാരി ഉപയോഗിച്ചോ ചുരിദാർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ബിക്കിനി ഉപയോഗിച്ചോ നിങ്ങൾ ചെയ്ത് വരുന്ന കാര്യങ്ങൾ പർദ്ദ ഉപയോഗിച്ച് വസ്ത്രം എന്ന നിലയ്ക്ക് നിങ്ങൾ ചെയ്താൽ ഉടനെ അത് മതത്തെ അവഹേളിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വാദമായിട്ട് വരും. ഇത് മതത്തിന്റെ ചിഹ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാധനത്തിന് എവിടെയെങ്കിലും നിരോധിക്കാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അതിനെ ഒന്ന് ലിമിറ്റ് ചെയ്യാനോ ശ്രമിക്കുമ്പോൾ ഉടനെ ഇത് വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഒരേ സമയം വസ്ത്രമായിട്ടും മതചിഹ്നമായിട്ടും ഇങ്ങനെ ഒരു ഡൈമോർഫിസം കാണിക്കുന്ന ഒരു എന്താണ് വേവ് നേച്ചർ പാർട്ടിക്കൽ നേച്ചർ എന്ന് പറഞ്ഞ മാതിരി ഒരേപോലെ കാണുന്ന ഒരു സാധനമാണ്. വസ്ത്രം എന്ന് നിങ്ങൾ വിളിച്ച് അതിനെ വസ്ത്രമായിട്ട് കാണാൻ തുടങ്ങി ഉടനെ അത് മതചിഹ്നമായിട്ട് മാറും. മതചിഹ്നം എന്ന് വിളിച്ച് നിങ്ങൾ അതിനെ കാണാൻ നോക്കിയാലോ ഒബ്സർവർ എഫക്റ്റ് ആണ് അത്. അങ്ങനെ നിങ്ങൾ അതിനെ നോക്കിയാൽ ഉടനെ അത് വസ്ത്രമായിട്ട് മാറും. അങ്ങനെയാണ് അതിൻ്റെ ഒരു നേച്ചർ. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. നിങ്ങൾക്ക് അതിന് ഒരിക്കലും പിടിതരില്ല ഈ വസ്ത്രം. ഇപ്പോൾ സാന്ദ്ര ഇത് ചെയ്തത് എന്ത് അടിസ്ഥാനത്തില? വസ്ത്രം എന്നുള്ള അടിസ്ഥാനത്തിൽ കഴുക കണ്ണുകളിൽ നിന്നും രക്ഷ നേടാൻ എന്ന് പറഞ്ഞാണ് ചെയ്തത്. അത് ടോട്ടലി ജസ്റ്റിഫൈഡ് ആണ് അവിടെ ആ ഒരു വിഷയത്തിൽ. പക്ഷെ ലോജിക്കല്ലേ മുസ്ലിംസ് അതിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇവര് പറയുന്നത് ഈ പറഞ്ഞ സാധനമാണ് സാന്ദ്ര പറഞ്ഞത്. പക്ഷെ മുസ്ലിങ്ങൾ ഇതിനെങ്ങനെ കണ്ടില്ലേ? പർദ്ദയുടെ ആ ഗുണം കണ്ടില്ലേ എന്നാണ് പറയുന്നത്. ഇതാണ് ഞങ്ങൾ പറഞ്ഞെന്നുള്ളത്. ഇത് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സാന്ദ്ര അവിടെ പറഞ്ഞത് ആ വേദിയിലേക്ക് പോകുമ്പോഴാണ് ഇതിട്ടത്. എന്നുവെച്ചാൽ ആ വേദിയിലിരിക്കുന്ന കുറച്ച് കഴുക കണ്ണന്മാരുണ്ട്, അവരിൽ നിന്ന് രക്ഷ നേടാനാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, മുസ്ലിങ്ങൾ എന്താ പറഞ്ഞത്? അത് കണ്ടില്ലേ, ഇതാണ് പ്രശ്നം. അപ്പൊ മുസ്ലിങ്ങൾ ഏതെങ്കിലും വേദിയിൽ മാത്രമാണോ ധരിക്കുന്നത്? അല്ല, മുസ്ലിങ്ങളും ഒരു നേരം വെളുത്താൽ വൈകിട്ട് വരെ ധരിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇവർ പോകുന്ന എവിടെയാണ്? സ്വന്തം ബാപ്പ, മക്കള്, അമ്മാവന്, അതുപോലെ ഒരു കല്യാണ വീട്ടിൽ പോയ അവരുടെ സ്വന്തം കുടുംബക്കാർ വരുന്ന കല്യാണം അല്ലെങ്കിൽ അവരുടെ വേദികൾ, ഇവിടെയൊക്കെ പോകുമ്പോൾ ഇവർ പറഞ്ഞു വെക്കുന്നത് എന്താണ്? ഇവരുടെ സ്വന്തം ബാക്കിയുള്ള ആളുകൾ പോട്ടെ, ഇവരുടെ മുസ്ലിങ്ങൾ മാത്രമുള്ളൊരു വേദിയിൽ പോലും ഇത് ധരിക്കുന്നു വരുമ്പോൾ അവിടെ ഇരിക്കുന്ന ബാക്കി പുരുഷന്മാർ മുഴുവൻ ഇതേ കാമ കണ്ണുകൾ, ഈ കഴുക കണ്ണന്മാരാണെന്നാണോ ഈ പറഞ്ഞു വെക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഈ സെഗ്രിഗേഷൻ എന്നൊക്കെ പറയുന്ന സംഗതി പറഞ്ഞു വെക്കുമ്പോൾ ആണും പെണ്ണും വേർതിരിക്കുന്നു. നമ്മുടെ സ്വന്തം വീട്ടിലെ കല്യാണത്തിന് വരുന്ന ആളുകളെ കുറിച്ചായി പറയുന്നത്. അപ്പൊ ഇവരൊക്കെ ഇതേമാതിരിയുള്ള കഴുക കണ്ണുകളായിട്ട് നടക്കുന്ന ആളുകളാണെന്ന് അതല്ലേ ഈ പറഞ്ഞു വെക്കുന്നത്. ഇതൊരു കാര്യം. ഇനി ഇസ്ലാമിലെ നിയമം എങ്ങനെയാണ്? ഈ പറയുന്ന സാധനം എംപവർമെന്റ് ആണ് അല്ലെങ്കിൽ ഇതേപോലെ പ്രൊട്ടക്ഷൻ ആണെന്നാണ് പറയുന്നത് എന്ന് വിചാരിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ അങ്ങനെയാണോ? അങ്ങനെയല്ല. അത് വിശ്വാസികൾക്ക് ഈ മതം അറിയാത്തതുകൊണ്ടാണ്. ഈ സ്വതന്ത്ര സ്ത്രീകൾക്ക് മാത്രമേ പർദ്ദ ഇടാനുള്ള അല്ലെങ്കിൽ ഇതുപോലെ ഹിജാബ് ഇടാനുള്ള അവകാശമുള്ളൂ. അടിമ സ്ത്രീക്ക് ഈ പറയുന്ന ഹിജാബ് ഹറാമാണ്. എന്ന് വെച്ചാൽ ഒരു അടിമ സ്ത്രീ സാന്ദ്ര ഇട്ട പോലെ, അല്ലെങ്കിൽ സാന്ദ്ര ഒരു അവിശ്വാസിയായിരിക്കെ ഇന്ന് ഇവിടെ ഇട്ടു. ഈ സെയിം സംഗതി ചെയ്തത് ഖലീഫ ഉമറിന്റെ കാലത്തായിരുന്നു എന്ന് വിചാരിക്കുക. ഉമറിന്റെ ഭരണം വരുമ്പോഴുള്ള ഉമർ എന്നൊക്കെ പറയുന്ന ഉമർ, ആ കാലത്തായിരുന്നു എന്നുണ്ടെങ്കിൽ സാന്ദ്രയ്ക്ക് അടി വീണിട്ടുണ്ടാവും. ആരാണ് അടിക്കുക? സംഖ്യയല്ല അടിക്കുക, ഉമറാണ് അടിക്കുക. കാരണം ഇങ്ങനെയാണ് ഉമർ ചെയ്തിട്ടുള്ളത്. കാരണം എന്താണ്? ഇത് വിശ്വാസിനികളായ സ്വതന്ത്ര സ്ത്രീകൾക്ക് മാത്രമുള്ള വേഷമാണിത്. വിശ്വാസിനിയാണെങ്കിലും അടിമ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഇത് ധരിക്കാൻ പാടില്ല. വിശ്വാസിനി അല്ലാത്ത അടിമ സ്ത്രീയെ കുറിച്ച് പിന്നെ പറയാൻ വേണ്ട. വിശ്വാസിനികളല്ലാത്തവർക്കും ഇത് പറ്റില്ല. അപ്പൊ പിന്നെ ഇതെങ്ങനെയാണ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാവുക? അപ്പൊ വിശ്വാസിനിയാണെങ്കിലും, അതായത് ഇസ്ലാം മത വിശ്വാസിനിയാണെങ്കിലും അടിമ സ്ത്രീയാണെങ്കിൽ ഇത് പാടില്ല. അവള് മുട്ട് പൊക്കിളിന്റെ ഇടയിലുള്ള ഭാഗം മാത്രമേ മറയ്ക്കാൻ പാടുള്ളൂ. ഈ എന്താണ് ടോപ്ലെസ് ആയിട്ട് നടക്കണം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ അവിടെ എവിടെ പ്രൊട്ടക്ഷൻ? എന്നുവെച്ചാൽ അത് കാമ കണ്ണുകൾക്ക്, ഈ കഴുക കണ്ണുകൾക്ക് തുറന്നിട്ട് കൊടുക്കണം. ഇതാണ് അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ
ഈ സെക്കൻഡ് ഭാഗം, ഈ ബാഹുബലി 2 ഇത് പറയില്ല. ഇത് ബാഹുബലി 1 മാത്രം എടുത്തു വെച്ചാൽ അത് അടിപൊളിയാണെന്ന് പറഞ്ഞ് നടക്കും. ഇതാണ് ഇസ്ലാമിന്റെ ഒരു പൊതു സ്വഭാവം. അപ്പൊ വിശ്വാസികൾ സാന്ദ്ര ചെയ്തതിൽ ഈ വശം മാത്രമേ എടുക്കണുള്ളൂ, ബാക്കിയുള്ളതൊക്കെ അവർ ഇഗ്നോർ ചെയ്യാണ്. അപ്പോൾ സാന്ദ്ര ഉദ്ദേശിച്ചത് അതല്ല സത്യത്തിൽ, എനിക്കതാണ് മനസ്സിലാവുന്നത്. സാന്ദ്ര ഉദ്ദേശിച്ചത് ഈ കഴുക കണ്ണന്മാരിലേക്ക് ശ്രദ്ധ പോകണമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ വന്നപ്പോൾ എന്താ, ഹിജാബ് പ്രൊട്ടക്ഷൻ ആണെന്നുള്ളതിലേക്കാണ് കാര്യം പോയത്. അത് ബാക്ക് ഫയർ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു എന്താ പറയാ, ഈ പർദ്ദ പോലുള്ള വേഷങ്ങൾക്ക് ഒരു ലെജിറ്റിമൈസേഷൻ അവിടെ കൊടുക്കുന്ന രീതിയിലേക്ക് അത് വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിന് നമുക്ക് ഒരു പൊളിറ്റിക്കലി അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹർദയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ പറയാണ്, ഇപ്പൊ പറഞ്ഞല്ലോ, അതായത് പുരുഷന്മാരെ മൊത്തം ആ ഒരു കാമ കണ്ണുകൊണ്ട് നോക്കിയിരിക്കുകയാണ് എന്നുള്ളൊരു നോഷൻ എന്നാണ് ഈ ചിന്താഗതിയൊക്കെ വരുന്നത്. അതുപോലെ തന്നെ സൂംബ ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് ഭയങ്കര ചർച്ചയായതാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് നൃത്തം ചെയ്താൽ എന്തോ പ്രശ്നമാണ് എന്നൊക്കെ ഉള്ളത്. ഇതൊക്കെ ഈ ബേസ് ശരിയല്ലാതെ വരുന്നതിന്റെ പ്രശ്നമല്ലേ? അതായത് അവർ കാണുന്നതും അവർ പഠിക്കുന്നതും ഒക്കെ അങ്ങേയറ്റം സെക്ഷലി പെർവേർട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മുഹമ്മദിനെ പറ്റിയൊക്കെ ആണല്ലോ. സോ ആ ഒരു നോഷനിൽ നിന്നൊക്കെ തന്നെയാണോ ഇങ്ങനത്തെ ചിന്താഗതികളൊക്കെ വരുന്നത്? ഇതെന്താ പ്രശ്നം വെച്ചാലേ, ഇതൊരു ഞരമ്പ് രോഗി ഒരു ഞരമ്പ് രോഗ മതം ഉണ്ടാക്കി വെക്കുമ്പോൾ ഉണ്ടാവുന്ന കുഴപ്പമാണ്. ഇതിനകത്തുള്ളത് അടിമുടി ഇത്തരം കാര്യങ്ങളാണ്. ഏത് വിഷയം നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ, ഇതൊരു ഞരമ്പ് രോഗമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇപ്പൊ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്നു, നമ്മൾ ഇതിനെ കാണുന്നത് എങ്ങനെയാ, സെക്ഷലൈസ് ചെയ്തിട്ടാണോ കാണുന്നത്? ഇത് ഒരു പ്രൊഫഷണലി കാണുന്നത്. നിങ്ങളൊരു ഡോക്ടർ അടുത്ത് പോകുന്നു, അവിടെ ഒരു എന്താണ് സ്ത്രീ ഗൈനക്കോളജിസ്റ്റിനെ മാത്രം കാണുന്ന ഉസ്താദന്മാർ പ്രസംഗിക്കുന്നത് കാണുകയാണ്. അവിടെ പറഞ്ഞു വെക്കണം എന്താണ്, അതായത് നിങ്ങൾ ഒരു ഗൈനക്കോളജിസ്റ്റിന് അടുത്ത് പോകുമ്പോൾ സ്ത്രീ ഗൈനക്കോളജിസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ വലിയ പ്രശ്നമാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇത് ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ. അപ്പൊ ഇവരുടെ കണ്ണില് ഇതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഒരു സ്ത്രീയും ഒരു പുരുഷനും, അതിനി അമ്മയായിക്കോട്ടെ പെങ്ങളായിക്കോട്ടെ, അപ്പൊ പോലും ഇതാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഇതാണ് ഇതിന്റെ പ്രശ്നം. ഇതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ സ്വതന്ത്ര ഇന്ത്യയെ കുറിച്ച് ഇവർ പറയാറുണ്ട്, അമ്മ പെങ്ങൾ പോക്കാരാണെന്ന് പറയും. ഒരു കണക്കിന് അവർ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവുക. അത് അവര് അമ്മയും പെങ്ങളെയും ബോധിക്കാതിരിക്കുന്നത് ഈ കിതാബ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതല്ലേ അതിൽ കൂടെ അവർ പറഞ്ഞു വെക്കണേ. കിതാബ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ വീട്ടിലെ ഉമ്മാന്റെയും പെങ്ങന്മാരുടെയും ഒക്കെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ചു. കിതാബില് ഇത്തരം കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നില്ലേ? ഞാനതാ ചോദിക്കുന്നത്. ഇപ്പൊ നമ്മളുടെ വീട്ടിൽ ഇപ്പൊ മുസ്ലിങ്ങൾ ഈ ലോകത്ത് 25% ഉള്ളൂ. ബാക്കി 75% ആളുകളും അമ്മയും പെങ്ങളെയും കാണാതെ മനസ്സിലാക്കാതെ നടക്കുന്ന ആളുകളാണെന്നാണ് ഈ പറയുന്നത്. അപ്പൊ അവരൊക്കെ ഇത് എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത്? അവർക്ക് അറബി വായിക്കാനൊന്നും അറിയില്ലല്ലോ. അപ്പൊ ഇവര് പറഞ്ഞു വെക്കുന്നത് പ്രകാരം കിതാബ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അവര് അമ്മയും പെങ്ങളെ വെറുതെ വിടുന്നതെന്നല്ലേ ഈ പറഞ്ഞു വെക്കുന്നത്. അപ്പോ ഈ കിതാബില് എഴുതി വെച്ചിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഈ വീട്ടിലെ അമ്മയുടെ പെങ്ങളുടെ അവസ്ഥ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. മുഹമ്മദ് നബി ഈ കിതാബ് കൊണ്ടുവരുന്നത് വരേക്കും മുഹമ്മദ് നബിയുടെ ഉമ്മ നേരത്തെ മരിച്ചു പോയത് നന്നായി എന്ന് നമ്മൾ പറയേണ്ടി വരില്ലേ? ഇനി ഈ കിതാബിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഇപ്പൊ സ്വർഗത്തെ കുറിച്ച് ഇവർ പഠിപ്പിക്കുന്നു. സ്വർഗത്തിൽ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പെങ്ങളെ നിങ്ങൾക്ക് ലൈംഗികമായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല, പക്ഷെ സ്വർഗത്തിൽ പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങളെയും കല്യാണം കഴിക്കാം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവർ ഇൻസെസ്റ്റിനെതിരാണ്. അമ്മയും പെങ്ങളെയൊക്കെ വലിയ സംഭവമായിട്ടൊക്കെ പറയും. പക്ഷെ സ്വർഗത്തിൽ പോയിട്ട് ഇവർ സ്വപ്നം കാണും, നിങ്ങൾ ഇവിടുത്തെ പെങ്ങളെ പൂശാതിരിക്കണം. എന്തുകൊണ്ടാ? സ്വർഗത്തിൽ പോയിട്ട് പൂശാം. ഇതാണ് അവിടുത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്. ഇതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഇതിലെന്തത്ര വലിയ മഹത്വം എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇതിലെവിടെയാണ് ഒരു പ്രവാചകന്റെ ആവശ്യം എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞു വെച്ച് ഇതൊക്കെ പഠിപ്പിക്കാൻ ഒരു ദൈവം വേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വെക്കുന്ന കാരണം ഇതാവുക. അതായത് അവിടെ പോയിട്ട് ചെയ്യാം, ഇവിടെ ചെയ്യാതിരുന്നാൽ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ചെയ്തു വെക്കുന്നത്. ഇതിലെന്താണ് ഒരു മഹത്വമുള്ളത്? എന്ത് വിഷയം നിങ്ങൾ എടുത്ത് നോക്കി. ഇപ്പൊ കള്ള് കുടിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. കള്ള് ഇവിടെ കുടിക്കാതിരുന്നാൽ അവിടെ പോയിട്ട് കുടിക്കാന്നാണ് പറയുന്നത്. അപ്പൊ ഏത് വിഷയം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതാണ് വരുന്നത്. അപ്പോ ഒരു ശരാശരി മനുഷ്യന്റെ ചില ഇതുപോലെയുള്ള വളരെ ഫാൻസിഫുൾ ആയിട്ടുള്ള കുറെ എന്താണ് വിംസ് ആൻഡ് ഫാൻസീസ് എന്ന് പറയുന്ന കുറെ സാധനങ്ങൾ, അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മതം, അതിന് സ്വന്തമായിട്ട് മതം ഉണ്ടാക്കി കൊണ്ടു നടന്നു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ മുഹമ്മദ് നബിയുടെ അടുത്ത് ആയിഷ ചോദിക്കുന്നുണ്ട്, അതായത് ഈ മുന്നിൽ വരുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊക്കെ പെട്ടെന്ന് ടപ്പേന്ന് ആയത്തൊക്കെ വരുന്നത് കാണുമ്പോൾ ആയിഷ ചോദിക്കും, നിങ്ങൾക്ക് പെണ്ണ് കൂട്ടിത്തരാൻ അള്ളാഹുവിന് എന്ത് തിടുക്കാണ് എന്ന് ചോദിക്കുന്ന ഹദീസ് കാണാം. ഇതൊരു പ്രവാചകനോട് ചോദിക്കുന്ന ഒരു അവസ്ഥയാണ്. അതേപോലെ ഒരു ദിവസം രാത്രി പ്രവാചകൻ പെട്ടെന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ ആയിഷ ഞെട്ടി എഴുന്നേക്കാണ്, ഭാര്യയാണല്ലോ. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഇങ്ങനെ കടന്നുറങ്ങുന്നു, ഭർത്താവും രണ്ടുപേരും കൂടി കടന്നുറങ്ങുന്ന സമയത്ത് ഭർത്താവ് ഒന്ന് എഴുന്നേൽക്കുകയാണ് രാത്രി. ഭാര്യ എന്തായിരിക്കും ചിന്തിക്കുക? ഭർത്താവിന് എന്ത് വല്ല നെഞ്ചുവേനോ വല്ലതും ആണോ, അല്ലെങ്കിൽ പിന്നെ മൂത്രം ഒഴിക്കാണ്, മൂത്രത്തിന്റെ കല്ലുണ്ടായിരുന്നു, ഇനി വീണ്ടും പ്രശ്നമായോ, അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം കുടിക്കാനാണോ, വെള്ളം വേണോ വെക്കുക എന്നൊക്കെ അല്ലേ ചോദിക്കുക. ഇതല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആയിഷ ചിന്തിച്ച എന്താ?
ആയിഷ ഇതൊന്നുമല്ല ചിന്തിച്ചത്. ആയിഷ ഇയാൾ ഇനിയിപ്പോൾ ഏത് പെണ്ണിൻ്റെ അടുത്തേക്കാണ് പോകണമെന്നാണ് ചിന്തിച്ചത്. ഒരു പ്രവാചകനെ കുറിച്ച് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയായ ആയിഷ എന്ന് പ്രവാചകൻ തന്നെ വിശേഷിപ്പിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ആൾ ചിന്തിച്ച കാര്യമാണ് ഈ പറയുന്നത്. ഇന്ന് ഏത് പെണ്ണിൻ്റെ അടുത്തേക്കാണ് പോണേ, ഇത് ഏത്. എന്നിട്ട് മുഹമ്മദ് നബി നടന്നു പോകുമ്പോൾ ഒളിച്ചും പാത്ത് പിന്നാലെ ഫോളോ ചെയ്യാണ്, സ്റ്റോക്കിങ്. എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ അവിടെ വേറെന്തോ ചെയ്യാൻ പോയതാണ്, എന്നിട്ട് തിരിച്ചു വന്ന് കിടക്കുന്നു. പക്ഷെ അപ്പോഴാ സംശയം. ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മളുടെ തൊട്ടടുത്തുള്ള ഭർത്താവ് ഭാര്യ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതും ഈ പ്രവാചകനെ കുറിച്ചിട്ട് സ്വന്തം ഭാര്യയെ ചിന്തിച്ചതും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിലേതാണ് ഒരു പ്രവാചകന് ചോദിച്ചത്? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. പ്രവാചകൻ അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഭാര്യ ചിന്തിക്കുന്നത് ഇതാവാൻ പാടുണ്ടോ? ഇതാണ് നമ്മുടെ ചോദ്യം വരുന്നത്. ഇവിടുന്നാണ് നമ്മൾ പറയുന്നത് ഇതൊരു ഒരു ഞരമ്പ് രോഗിയുടെ മതമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇതിൽ ഏത് നിയമം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണോ ഉള്ളത്? അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ബേസിക് പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അതിൽ കൂടുതൽ ചകഞ്ഞു നോക്കി അതിൽ നന്മ കണ്ടെത്താൻ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ മാതിരിയുള്ള കാര്യങ്ങൾ, ഇതൊന്നും ഇതിന് ദാറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. ഇത് തന്നെയാണ് അതിന്റെ പ്രശ്നം. അതുകൊണ്ടാണ് നമ്മളത് വിട്ട് പിടിക്കുന്നത്. ഫൈനലി വളരെ ബേസ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഈ ഒരു ഏരിയയിലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ അവസാനിപ്പിക്കാന്ന് വിചാരിക്കുകയാണ്. അതായത് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇസ്ലാം ആൻഡ് മുസ്ലിം? എപ്പോഴും ആളുകൾക്ക് പൊതുവേ ഡൗട്ട് വരുന്നൊരു കാര്യം. അതിപ്പോ കമ്മ്യൂണിസവും കമ്മ്യൂണിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം അത്ര തന്നെയുള്ളൂ. ഒന്നൊരു ആശയമാണ്, ഒന്നത് ഫോളോ ചെയ്യുന്ന ആളുകളെ പറയുന്നതാണ്. അപ്പോൾ അതാണ് അതിലെ ബേസിക് പ്രശ്നം. അതേപോലെ ഇപ്പൊ നാസിസം, നാസികൾ എന്ന് പറയുന്ന മാതിരി ഒരു വ്യത്യാസം. പക്ഷെ ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇത് വലിയൊരു ഡിഫറൻസ് ആക്കി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ മാനവിക വിരുദ്ധനായിട്ട് പോകാനും നമ്മൾ അങ്ങനെ കുറെ ചാപ്പകളൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈവൻ എസൻസിന്റെ തന്നെ ഒരു ടാഗ് ലൈൻ ഉണ്ട്, മുസ്ലിംസ് ആർ ലവ്ലി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. എനിക്ക് അതിനോട് പ്രത്യേകിച്ച് യോജിപ്പില്ല കേട്ടോ. കാരണം മുസ്ലിങ്ങൾ ചെയ്യുന്ന മോശപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ പറയുന്ന വേണമെന്നാണ് ഞാൻ പറയാം. ഹിന്ദുക്കൾ ചെയ്ത മോശപ്പെട്ട കാര്യങ്ങൾ ഇത് ഉണ്ടെങ്കിൽ അത് ഹിന്ദുക്കൾ ചെയ്ത മോശപ്പെട്ട കാര്യങ്ങൾ തന്നെ നമ്മൾ പറയണം. നാസികൾ ചെയ്ത മോശപ്പെട്ട കാര്യം ഉണ്ടെങ്കിൽ നാസികളാണ് അത് ചെയ്തത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ലേ? കമ്മ്യൂണിസ്റ്റുകാരാണ് ഇന്നത് ചെയ്തത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. മുസ്ലിങ്ങളാണ് ഇന്നത് ചെയ്തത് നമുക്ക് പറയാൻ പറ്റണ്ടേ? ഹിന്ദുക്കളാണ് ഇന്നത് ചെയ്തത് നമുക്ക് പറയാൻ പറ്റണ്ടേ? പറ്റുന്നുണ്ടല്ലോ. പക്ഷെ മുസ്ലിങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് പറയാൻ പാടില്ല. അത് പറഞ്ഞാൽ ആകെ പ്രശ്നമാണ്. അതല്ല, ഇപ്പോൾ തീവ്രവാദത്തിന് മതമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്ന് വലിയ ഡിബേറ്റാണ്. അപ്പോൾ പഹൽഗാം അറ്റാക്ക് ഉണ്ടായപ്പോൾ ആദ്യം വരുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? തീവ്രവാദത്തിന് മതമില്ലാന്ന്. തീവ്രവാദത്തിന് മതമുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. അതിന് മുന്നേ ഇങ്ങോട്ട് പറയാണ് തീവ്രവാദത്തിന് മതമില്ല. ആരും ചോദിച്ചോ? എന്താണ് മറ്റേ സിനിമയിലോ നിന്നോട് ആരാ ഇപ്പൊ പറഞ്ഞ ചായ കൊണ്ടുവരാന്ന് പറഞ്ഞ മാതിരി ഇതാണ് ചോദിക്കണത്. അപ്പൊ അവർക്ക് തന്നെ തോന്നുകയാണ് ഇതിന് ഇനി എങ്ങാനും ആരെങ്കിലും മതം ഉണ്ടെന്ന് പറഞ്ഞാലോ എന്നതാണ് അവരുടെ പ്രശ്നം. അപ്പൊ മുൻകൂട്ടി അങ്ങ് പറയാണ്. ഇത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മംഗലാപുരത്ത് എങ്ങാണ്ട് ഒരു പ്രശ്നം ഉണ്ടായി. അവിടെ ഏതോ ഒരു ഹിന്ദു തീവ്ര സംഘടന അവരുടെ ഭീകരവാദത്തിന്റെ ഭാഗമായിട്ട് ഒരാളെ ഇതുപോലെ ആക്രമിക്കുകയും കൊല്ലപ്പെടുകയൊക്കെ ചെയ്യും. ഉടനെ വാർത്ത എന്താണ്? ഹിന്ദു ഭീകരത എന്ന് പറഞ്ഞിട്ട് വാർത്തയാണ്. അപ്പോൾ ഒരു വശത്ത് ഇസ്ലാമിക് ഭീകരത എന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല, മുൻകൂട്ടി അതിൽ മതമില്ല എന്ന് പറയുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഒരു വശത്ത് കാണുന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് ഹിന്ദു ഭീകരത എന്ന് പറയാൻ നമുക്ക് പ്രശ്നം കാണുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത് എപ്പോഴും ഭീകരത നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിന്നുള്ള ആശയത്തെ നിങ്ങൾക്ക് കോൾ ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എല്ലാത്തിനും ബാധകമാക്കണം. അവിടെ ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതി, ചിലതിനെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു രീതി, അത് പറ്റില്ല. അവിടെയാണ് നമുക്ക് അത് മുസ്ലിങ്ങൾ ചെയ്തതെന്ന് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. മുസ്ലിങ്ങൾ ചെയ്യുന്ന മണ്ടത്തരങ്ങൾ അത് മുസ്ലിങ്ങളുടെ മണ്ടത്തരമായിട്ട് തന്നെ നമുക്ക് പറയാൻ കഴിയണം. അത് നമ്മളവിടെ പറഞ്ഞേ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. കാരണം അങ്ങനെ പറയുമ്പോഴാണ് ഇത് ചെയ്യാത്ത നല്ല മുസ്ലിങ്ങൾ ആയിട്ടുള്ള ആളുകൾക്ക് ഈ ചീത്ത മുസ്ലിമിനെ തിരിച്ചറിയാൻ കഴിയുള്ളൂ. മുസ്ലിം ആവുന്ന എപ്പോഴാണ്? ഇസ്ലാം തലയിൽ കൊണ്ട് നടക്കുമ്പോഴാണ്. പക്ഷെ മുസ്ലിമും ഇസ്ലാം രണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ബൈ ഡെഫിനിഷൻ മാത്രമാണ്. അതായത് ഒന്ന് ആശയമാണ്, ഒന്ന് കൊണ്ടു നടക്കുന്ന വ്യക്തികൾ. ഇപ്പൊ മുസ്ലിം വീട്ടിൽ ജനിച്ചു വീണ ഒരു ദിവസം പ്രായമായ കുട്ടി മുസ്ലിം കുട്ടിയാണ്. കാരണം ബൈ ബർത്ത് അങ്ങനെയാണ്. പക്ഷെ അവൻ ഒരു കോയല്ല, എന്ന് വെച്ചാൽ ഒരു കുരു പൊട്ടിയ മുസ്ലിം അല്ല, കുരു പൊട്ടാനിരിക്കുന്നേ ഉള്ളൂ, വുഡ് ബി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞ പോലെ അത് ആവാതിരിക്കാൻ എന്ത് ചെയ്യണം? ചീത്ത മുസ്ലിങ്ങളെ നമുക്ക് പിൻ പോയിന്റ് ഇത് കാണിച്ചു കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ബിൻ ലാദൻ എന്ന് പറയുന്നത് ഒരു ചീത്ത മുസ്ലിമാണ്. എന്തുകൊണ്ട് ചീത്ത മുസ്ലിം? കാരണം ആ മുസ്ലിമായ ആള് അയാളുടെ തലയിലുണ്ടായിരുന്ന ഇസ്ലാം വളരെ എക്സ്ട്രീമായ രൂപത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ആ മുസ്ലിം ചീത്ത മുസ്ലിം ആയത് എന്ന രീതിയിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ പറയുന്നത്. ഇത് വളരെ സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ പറയുന്നതാണ്. ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്, സ്വതന്ത്രരായിട്ടുള്ള ആളുകൾ പോലും ഉണ്ട്. അങ്ങനെ പറയാനേ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള എല്ലാത്തിനും അത് ബാധകമാക്കണം. ഇത് സെലക്റ്റീവായിട്ട് ഇതിനെ മാത്രം അങ്ങനെ ചെയ്യുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. ബാക്കിയുള്ളതിനൊന്നും ഈ പ്രശ്നമില്ല. ഹിന്ദു മതത്തിന്റെ കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് അവിടെ ഒരു വ്യത്യാസം കാണുന്നില്ല. പക്ഷെ
അത് ശരിയല്ല എന്നാണ് നമ്മൾ പറയാം. ഇത് പറയുമ്പോൾ ഈക്വലി നമുക്ക് പറയാൻ കഴിയണം എന്നുള്ളത് തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് ഈ ഒരു വിഷയം ഇത് മാഗ്നിറ്റ്യൂഡ് കൂടുതലും ഇതിന്റെ പ്രോബ്ലം വളരെ ഗുരുതരമായിട്ടുള്ള സാധനമാകുമ്പോൾ അത് കുറച്ചും കൂടി കെയർഫുൾ ആയിട്ട് തന്നെ അത് പറയേണ്ടവർക്ക് പറയാന്നുള്ളതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി എനിക്ക് തോന്നുന്നു കുറച്ച് സീരിയസ് ടോക്സ് ഒക്കെ വിട്ടിട്ട്, സീരിയസ് ആയിരുന്നു ഇത് സീരിയസ് അല്ല, ബട്ട് സ്റ്റിൽ കുറച്ചും കൂടെ ഒരു ലൈറ്റ് മോഡിലേക്ക് പോകാൻ എനിക്ക് തോന്നുന്നു. കുറച്ച് ലൈറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, കുറച്ച് റാപ്പിഡ് ഫയർ ഞാൻ ക്വസ്റ്റ്യൻസ് കുറച്ച് സെറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ടപ്പ് ടപ്പേന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം, ടപ്പ് ടപ്പേന്ന് ആൻസർ പറയാം. ഓക്കെ ആണോ? ഓക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ധാരാളം സ്യൂഡോ സയൻസ് ഉള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്, ഏതെങ്കിലും ഒരു സ്യൂഡോ സയൻസിനെ ഇല്ലാതാക്കാനുള്ള ഒരു കഴിവ് തരികയാണ്. ഏത് സ്യൂഡോ സയൻസിനെ ഇല്ലാണ്ടാക്കും? സ്യൂഡോ സയൻസ് അല്ലേ? ഇപ്പൊ ഇന്ത്യയിലെ കാര്യമാണോ? ഓക്കെ. ഇന്ത്യയിൽ ഇപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും കിങ് ഓഫ് സ്യൂഡോ സയൻസ് നമുക്ക് ഇവിടെ വിളിക്കാൻ കഴിയുക ആയുർവേദം തന്നെയാണ്. അതിന് ആദ്യം നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. പക്ഷേ കുറച്ചും കൂടി എഫക്റ്റീവ് ആവുക ആയുഷ് എന്ന് പറയുന്ന ഒരു സ്യൂഡോ സയൻസിൻ്റെ ഒരു കൊട്ട തന്നെ ഉണ്ട്. അതിന് മൊത്തത്തിൽ സ്റ്റേറ്റ് സപ്പോർട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിരോധനം എന്ന് പറയുന്നത് ഒരു അത്ര പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല. പക്ഷേ സ്റ്റേറ്റ് സപ്പോർട്ട് കൊടുത്താൽ തന്നെ ഈ സാധനമൊക്കെ തനിയെ അട്രീഷൻ സംഭവിക്കും. ആളുകൾ ചൂസ് ചെയ്യുന്ന പറയും. കാരണം ഒരാൾ ഇത് ഒഴിവാക്കണമെന്ന് വിചാരിച്ചാൽ പോലും ഇന്ന് അവനെ പിടിച്ചിട്ട് ഇത് ഒരു ലെജിറ്റിമൈസേഷൻ അങ്ങോട്ട് വെച്ച് കൊടുക്കുന്ന സാധനമാണ് ഈ സ്റ്റേറ്റ് സപ്പോർട്ട്. അവർ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടാവും, ഒന്നുമില്ലെങ്കിൽ സ്റ്റേറ്റ് സപ്പോർട്ട് ചെയ്യുമെന്നാണ് ചോദിക്കുക. അപ്പോൾ അതിന് ആ സാധനം കൊണ്ട് ഒഴിവാക്കിയാൽ മതി. ഓക്കെ. സോ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കിയ ഒരു പുസ്തകം ഏതാണ്? അല്ലെങ്കിൽ പുസ്തകം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ആശയം, വാട്ട് എവർ ഇറ്റ് ഈസ്. ആശയമുണ്ട്, പുസ്തകമുണ്ട്. പുസ്തകം ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു പണ്ട് കുട്ടിക്കാലത്ത് വായിച്ചൊരു പുസ്തകം, പല പുസ്തകങ്ങളും നമ്മൾ പിന്നീടൊക്കെ വായിച്ചിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ഭയങ്കരമായിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തൊരു സാധനം, അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളെ ഹോണ്ട് ചെയ്തൊരു സംഗതി എന്ന് പറയുന്നത് ഈ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന് പറയുന്ന പുസ്തകം. മലയാളത്തിലാണ് അത് വായിച്ചത്. അത് നമ്മളെ വല്ലാതെ ഒരു മനസ്സിൽ തട്ടി നിന്ന ഒരു കുറേ കാലം. ഇപ്പോഴും അതിനെക്കുറിച്ച് പറയുമ്പോൾ ആ നടന്നു പോകുന്ന ചിത്രങ്ങൾ വായനയിലൂടെയാണ് അത് ആ ചിത്രം വന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു ചിത്രമാണത്. അതായത് പണ്ട് കാലത്തെ ആ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് കിട്ടുന്ന ഒരു സംഗതി. പിന്നെ ആളുകൾ പറയാറുണ്ടല്ലോ, ഇതൊരു നമ്മൾ ഏറ്റവും മോശം കാലത്തിലൂടെയാണ് ജീവിക്കുന്നത്, ഇത് ഈ നാട് നശിച്ചേ പോവുള്ളൂ, ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ ചിത്രങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അപ്പോൾ നമ്മൾ ആലോചിക്കുന്ന അവിടുന്ന് നമ്മൾ ഇവിടം വരെ എത്തിയില്ലേ, ഇവിടുന്ന് ഇനിയും മുന്നോട്ട് പോകും എന്ന് പറയാം. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു ബ്ലഡി ഓപ്റ്റിമിസ്റ്റ് ആകാൻ നമുക്ക് പറ്റുന്നത് ഇത്തരത്തിലുള്ള ഒരു ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ വന്നപ്പോഴാണ്. അതൊരു ഭയങ്കര കാര്യമായിട്ട് തോന്നിയില്ല. ഇനി ഒരു ആശയം പറയണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പറയാറുള്ളത് ഒരു ആശയം, നമ്മൾ ഈ ദൈവത്തെയൊക്കെ തള്ളിക്കളഞ്ഞ് ജീവിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പണ്ട് നമ്മളെല്ലാം ദൈവത്തിൻ്റെ തലയിൽ ഇടും. ഇത് ദൈവം ആണ്, അയാളുടെ പരീക്ഷണമാണ് അല്ലെങ്കിൽ ശിക്ഷയാണെന്നൊക്കെ പറഞ്ഞ് എല്ലാം ഒരു വേറൊരാളുടെ തലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അവിടുന്ന് എസ്കേപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മളിതെല്ലാം ഓൺ ചെയ്യണം. ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ വരുംവരായികൾ മനസ്സിലാക്കി നമ്മൾ എടുക്കുകയാണ്. അത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ. അപ്പോൾ ഓണിങ് ദ ഡിസിഷൻ എന്ന് പറയാം, അതിൻ്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഒരു വഴിത്തിനുണ്ടാക്കിയൊരു സാധനമാണെന്ന് പറയാം. അപ്പോൾ അതിങ്ങനെ പല രീതിയിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷെ അതാണ് നമ്മളെ ഇപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പ്രേരണ തരുന്നതും നമ്മളെ ഒരു എന്താ പറയുക ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം പോലെ വർക്ക് ചെയ്യുന്നതും. സോ റിലീജിയൻ ഒരു ബ്രാൻഡാണെന്ന് വിചാരിക്കുക. ആ ബ്രാൻഡിന് കൊടുക്കാൻ പറ്റിയ ഐഡിയൽ ടാഗ് ലൈൻ എന്താണ്? ഏത് റിലീജിയനാണ്? ജനറലി റിലീജിയൻ ആസ് സച്ച്. ഓക്കെ. ഈ റിലീജിയൻ എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഇപ്പൊ എല്ലാ റിലീജിയനും നമ്മൾ ആ ഒരു ബ്രാക്കറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന സാധനമല്ല. ടൈം ട്രാവൽ ഇഷ്ടമാണോ? ഓക്കെ, ജോയിൻ ഇസ്ലാം. ഓക്കെ, യു ക്യാൻ ഇൻ എ മൊമെന്റ് യു ക്യാൻ റീച്ച് ദ 6th century. പെട്ടെന്ന് എത്താം, അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണാം, ആ ബാർബറിസം നിങ്ങൾക്ക് നേരിട്ട് കാണാം. അപ്പോൾ ടൈം ട്രാവൽ ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത്, ഇന്നത്തെ കാലത്തും നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത്തെ നിയമങ്ങളൊന്നും ഫോളോ ചെയ്യാതെ ഒരു 1000 വർഷം പിന്നിലുള്ള ഒരു നിയമം ഫോളോ ചെയ്യും. അതാണ് ഇന്നിപ്പോൾ ഇവിടെ അഫ്ഗാനിസ്ഥാനിൽ നിങ്ങളിപ്പോൾ നാളെ രാവിലെ ആരെങ്കിലും നിങ്ങളെ കൊണ്ടിട്ടെന്ന് വിചാരിക്കുക, നിങ്ങൾ ഏത് വർഷത്തിലാണ് ജീവിക്കണമെന്ന് പോലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അത്ര വ്യത്യാസമാണ് അവിടെ. ഇത് ഏത് നൂറ്റാണ്ടാന്നൊക്കെ ചോദിച്ചു പോകും. അതാണ് ഉണ്ടാവുക. എന്തെങ്കിലും ഒരു തലയ്ക്ക് ഒരു അടിയും തന്നെ അവിടെ കൊണ്ടിട്ടാൽ മതി. ഉണരുമ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് കണ്ടെത്താൻ കഴിയില്ല. അതാണ് അവസ്ഥ. യെസ്. ഓക്കെ, ഡിസ്ക്രൈബ് ഹോമിയോപ്പതി ഇൻ വൺ വേർഡ്. ഒറ്റ വാക്കിൽ ഹോമിയോപ്പതി. ഹോമിയോപ്പതിനെ നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു ലീഗലൈസ്ഡ് ക്വാക്കറി എന്ന് പറയുന്നതാണ് ശരി. അതൊരു സ്റ്റേറ്റ് സപ്പോർട്ടോടുകൂടി നിലനിൽക്കുന്ന, അതെന്തോ ഒരു ഗ്ലോറിഫൈഡ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു കപട ശാസ്ത്രം അല്ലെങ്കിൽ ഒരു കാപട്യം ആണ്. ഒരു സാധനമില്ല അതിനകത്ത്. ഹോമിയോപ്പതിനെ നിങ്ങൾക്ക് ലീഗലൈസ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് മറ്റേ പക്ഷിശാസ്ത്രവും അതുപോലെ മറ്റേ ഉരുളി കമഴത്തിലൊക്കെ നിങ്ങൾ
സപ്പോർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് ആദ്യം പറഞ്ഞുതരാം. ഉരുളി കമഴ്ത്തിയിട്ട് കുട്ടി ഉണ്ടാവുന്നതും ഇതുപോലെ ഹോമിയോപ്പതിയുടെ നേർപ്പിച്ച മരുന്ന് കൊടുത്തിട്ട് കുട്ടി ഉണ്ടാവുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? അത് പറഞ്ഞു തരണം. ഒന്നിന് മാത്രം നിങ്ങൾ സ്റ്റേറ്റ് സപ്പോർട്ട് കൊടുക്കുന്നത് ശരിയല്ല. അപ്പോൾ ഇതൊരു ലീഗലൈസ്ഡ് ക്വാക്കറി അല്ലെങ്കിൽ ലീഗലൈസ്ഡ് ഒരു വിച്ച് ക്രാഫ്റ്റ് എന്നുള്ള രീതിയിൽ പറയാം. അതന്നെ അതിനകത്ത് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. സോ ഹോമിയോപ്പതിയിൽ നിന്ന് ഒരാളെ നമ്മൾ ഹോമിയോപ്പതി ഫോളോ ചെയ്യുന്ന ഒരാളുണ്ട്, റിലീജിയൻ ഫോളോ ചെയ്യുന്ന ഒരാളുണ്ട്. ഇതിൽ ആരെയായിരിക്കും പിന്തിരിപ്പിക്കാൻ എളുപ്പം? രണ്ടുപേരെയും പാടാം. രണ്ടും കണക്കാണ്. കാരണം ഇത് രണ്ടും ഒരു മതം പോലെ നിൽക്കുന്നതാണ്. രണ്ടിലും വർക്കൗട്ട് ചെയ്യുന്നത് അനുഭവ സാക്ഷിയാണ്. നിങ്ങളൊരു ഹോമിയോക്കാരനോട് ചോദിച്ചു നോക്കിയാൽ ഞാൻ ഇന്ന മരുന്ന് കഴിച്ചിട്ട് ഇന്ന ഡോക്ടറെ അടുത്ത് പോയി 5-10 വർഷമായിട്ട് കൊണ്ടുനടന്ന് എൻ്റെ മൂലക്കുരു മാറിയത് ഇന്ന ഹോമിയോ മരുന്ന് കഴിച്ചിട്ടാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ അവരെ പിന്തിരിപ്പിക്കുക? അല്ല മോനെ, നിൻ്റെ മൂലക്കുരു മാറിയത് ഇതുകൊണ്ടല്ല എന്ന് എങ്ങനെ നിങ്ങൾ വിശ്വസിപ്പിക്കും? അതേപോലെ ഒരു വിശ്വാസി അയാൾ പറയുകയാണ് എൻ്റെ മൂലക്കുരു മാറിയത് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ്. അല്ല, നിൻ്റെ ഇത് മാറിയത് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടല്ല എന്ന് നമ്മൾ എങ്ങനെ വിശ്വസിപ്പിക്കും? അപ്പോൾ അനുഭവ സാക്ഷ്യങ്ങൾ വെച്ച് മുന്നോട്ട് പോകുന്ന സാധനങ്ങളാണ് ഇത് രണ്ടും. ഇതിൽ രണ്ടിലും വിശ്വാസങ്ങളാണ്. ഇതിൽ രണ്ടിലും ഒരു ലോട്ടറി എടുപ്പാണെന്ന് അവർക്കറിയാം. ഫലിച്ചു കഴിഞ്ഞാൽ പിന്നെ അതാണ് ഒരു പോസ്റ്റ് ഹോക്ക് ഫാലസി ഏറ്റവും നന്നായിട്ട് അപ്ലൈ ചെയ്യുന്ന സാധനമാണ്. ഇത് ചെയ്തിട്ടൊരു സാധനം ഉണ്ടായാൽ ആ ബോണ്ടിങ് ഭയങ്കര സ്ട്രോങ് ആണ്. ഇതുകൊണ്ടാണ് ആ കോസ് ഇഫക്റ്റ് കോറിലേഷൻ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ ഒരു കാരണവശാലും അത് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഡോക്ടർമാർക്ക് പോലും പറ്റുന്നില്ല, പിന്നെയുള്ള രോഗികളുടെ അവസ്ഥ. ഇന്ന് നമ്മൾ പറയുമ്പോൾ ഡോക്ടർമാർ നമ്മളെ കോൺഫ്രണ്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. ഞാനിത് കൊടുത്തിട്ടാണല്ലോ ഇത് മാറിയത് എന്ന് പറയും. സത്യം പറഞ്ഞാൽ ഞാൻ ഹോമിയോ വിടുന്നത് ഞാനിത് കൊടുത്തുകൊണ്ട് തന്നെയാണോ ഇത് മാറിയത് എന്നുള്ള ചോദ്യം നമ്മൾ ചോദിച്ചപ്പോഴാണ്. എന്നുവെച്ചാൽ ഇത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണോ ഇതെനിക്ക് കിട്ടിയത് എന്ന ചോദ്യം ഞാൻ ചോദിച്ചപ്പോഴാണ് വിശ്വാസം പോയത്. അപ്പോൾ ഈ ബോണ്ടിങ് ഉണ്ട്, ഈ പോസ്റ്റ് ഹോക്ക് ഫാലസിയിൽ പെട്ടുപോകുന്ന സാധനം, അത് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതോടെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം സംഭവിക്കുക. പക്ഷേ ഇത് രണ്ടും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സാധനമാണ് ഇതിൽ ഈ പറഞ്ഞ രണ്ടും. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പാടാണ്. രണ്ടും കണക്കാണ്, രണ്ടും മതം തന്നെയാണ്, വിശ്വാസമാണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഇമാജിൻ ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗറിനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുകയാണ്, ആരായിരിക്കും അത്? അത് ഞാൻ കുറെ കാലമായിട്ട് ആലോചിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ് നമ്മളുടെ മുഹമ്മദ് നബിയുടെ ആദ്യ ഭാര്യയായ ഖദീജ ബീവി. പുള്ളിക്കാരി ഒന്ന് അന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു മതം, ഈ ഒരു പേപ്പട്ടി മതം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ഇതിന് തുടക്കം വെച്ചത് പുള്ളിക്കാരിയാണ് സത്യം പറഞ്ഞത്. അതായത് ഇതിൻ്റെ വഴി വെട്ടിക്കൊടുത്ത് മുഹമ്മദ് നബിക്ക് ഇങ്ങനെ ഇത് ചെയ്യാം എന്നുള്ള സാധനം. അതായത് മുഹമ്മദ് നബി ആദ്യം വന്ന് പറയുന്ന സമയങ്ങളിൽ അതിന് ഖദീജ കൊടുത്ത ഒരു സപ്പോർട്ടുണ്ട്, ബാക്ക് സപ്പോർട്ടുണ്ട്. അതാണ് സത്യത്തിൽ മുഹമ്മദ് നബിക്ക് പിന്നീട് വലിയ ഒരു സപ്പോർട്ടുമായിട്ട് മാറിയത്, ഇത് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് വന്നത്. ഇന്ന് ലോകം കാണുന്ന ഏറ്റവും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫാഷിസം ഇന്ന് നിലനിൽക്കുന്നത് ഇസ്ലാമിലൂടെയാണ്. അതൊക്കെ മറഞ്ഞുപോയ സാധനങ്ങളാണ് ഈ ഫാഷിസവും നാസിസവും ഒക്കെ. പക്ഷേ ഇന്ന് അതിൻ്റെ തന്നെ എക്സാക്റ്റ് രൂപങ്ങൾ ഇന്നിവിടെ നിലനിൽക്കുന്നത് മറ്റ് ആശയങ്ങളിലൂടെ അല്ല. കമ്മ്യൂണിസം പോലും ഒരുങ്ങിയിട്ടുണ്ട്, പക്ഷേ ഈ സാധനം ഇപ്പോഴും ഇവിടെ നിലനിൽക്കുക. അപ്പോൾ ഇതിന് ആ പരീക്ഷണം പോലും ഉണ്ട്. ഇത് ദൈവമാണോ, മീൻസ് ഇത് പിശാചാണോ മലക്കാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊരു എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ എക്സ്പെരിമെൻ്റ് ആരുടെ വകയാണ്? അത് ഈ ഖദീജയുടെ വകയാണ്. അപ്പോൾ അന്ന് തിരിഞ്ഞു പോയെന്ന് വിചാരിക്കാം, ആ എക്സ്പെരിമെൻറ്റിൽ അത് മലക്കല്ല, അത് ചെകുത്താനായിരുന്നു എന്ന് വന്നിരുന്നെന്ന് ഇസ്ലാമില്ല. അത്രയും സിമ്പിളായിട്ട് അന്ന് അവിടെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാധനമായിരുന്നു. പക്ഷേ ഖദീജയാണ് പണി പറ്റിച്ചത്. ഖദീജയ്ക്ക് പിന്നെ ഇഷ്ടംപോലെ ഫണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഫണ്ടും സപ്പോർട്ട് കൊടുത്തിട്ട് വേറെ പണിയൊന്നും എടുക്കാതിരിക്കാൻ. അല്ലെങ്കിൽ പറഞ്ഞേനെ ഖദീജ ഒരു നല്ല ബിസിനസ് വുമൺ ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ പൈസ ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന. അപ്പോൾ മുഹമ്മദ് പണിയെടുത്തിട്ട് വേണ്ടിയിരുന്നില്ല. അപ്പം മുഹമ്മദ് പണിയെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു വിചാരിച്ചു നോക്കിയാൽ. അന്ന് ഇതൊന്നും നടക്കില്ലായിരുന്നു. പണിയെടുത്ത് കഴിഞ്ഞിട്ടുള്ള സമയത്തല്ലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് സമയം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ വെറുതെ പോയിരിക്കും. ഒന്ന് അടങ്ങിയിരുന്നാൽ മതി എന്ന് പറയുമ്പോൾ ആള് പോയി ഏതോ ഗുഹയിൽ കയറിയിരിക്കും. അവിടെ അപ്പോൾ ആൾക്ക് കുറെ എപ്പിലെപ്റ്റിക് ആയിട്ടുള്ള എപ്പിസോഡ്സും അങ്ങനെ ഈ ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്നൊക്കെ പറയുന്ന അതിന്റെ സിംറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു മൊത്തം കൈവിട്ടു പോയ കേസായിരുന്നു. Okay. Again, just imagine ആരിഫിന്റെ യങ്ങർ സെൽഫിന്റെ അടുത്ത് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുകയാണ്. എന്തായിരിക്കും ആരിഫ് കൊടുക്കുന്ന ഒരു ഉപദേശം? ആർക്ക് കൊടുക്കുന്ന ഉപദേശം? ആരിഫിന്റെ യങ്ങർ സെൽഫിന് കൊടുക്കുന്ന ഒരു ഉപദേശം. ഒരു തെണ്ടിനെ വിശ്വസിക്കരുത്. കാരണം മിഠായി വാങ്ങിച്ചു തരാം, കല്യാണം കഴിപ്പിക്കാൻ പോകണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടാണ് അറ്റം കെട്ടിയത്. തിരിച്ചു വരുമ്പോ മറ്റേ ടെന്റൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പിള്ളേരെ കൊണ്ടുപോകണം, രാവിലെ കുളിച്ച് എണീപ്പിക്കുക, ഇതൊക്കെ തന്നെയാണ് അന്ന് നടക്കണേ. അപ്പൊ ഇത് കുട്ടികളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് കല്യാണമാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അപ്പൊ കുട്ടികൾക്ക് കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാണുന്നത് അവരുടെ അമ്മായി കല്യാണം കഴിക്കുന്നു, അല്ലെങ്കിൽ ഇതൊക്കെയല്ല ബിരിയാണി കഴിക്കുന്നു.
കുറെ ഹോർലിക്സ് കിട്ടുന്നു, ഇതൊക്കെയാണ് അവരുടെ കാഴ്ചപ്പാട്. അപ്പൊ ഇതൊക്കെ പറഞ്ഞ് പറ്റിക്കുകയാണ്, നിനക്ക് ഹോർലിക്സ് കിട്ടും, നിനക്ക് ബൂസ്റ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അതിനും വേണ്ടിയാണ് ഇത് കൊണ്ടുപോകണത്. പണ്ട് ഇങ്ങനത്തെ പ്രലോഭനങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കാം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ട്രെൻഡിങ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. മെഡിക്കലി ദിസ് ഇസ് ഗുഡ് എന്നുള്ള ഒരു പ്രചരണം പലയിടത്തായിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? മെഡിക്കലി ഗുഡ് എന്ന് പറയുന്ന സാധനം അത് ബാക്ക് ഫയർ ചെയ്യാൻ പോകുന്നൊരു സാധനമാണ്, ഒന്നാമത്തെ കാര്യം. കാരണം മെഡിക്കലി ഗുഡ് എന്ന് പറയുന്നതിൻ്റെ അത് ഒരിക്കലും ഇപ്പോൾ ഒരു അബ്സല്യൂട്ട് ഗുഡ് ആയിട്ടല്ല അത് വരുന്നത്. കാരണം ഇത് ഇവോൾവ് ചെയ്യും. എന്ന് വെച്ചാൽ ഇപ്പോൾ പറയുന്നു സർജറിയാണ് ഗുഡ് എന്ന് നമ്മൾ പറയുന്നു, കുറച്ച് കഴിയുമ്പോൾ എന്താവും, വാക്സിൻ വരുന്നു. ഇപ്പോൾ HIV ഇത് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. HIV വി ആർ ഓൺ ദ വേർജ് ഓഫ് ഗെറ്റിംഗ് എ വാക്സിൻ ഫോർ ദാറ്റ്. അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പോലും ഉണ്ട്. HIV വന്നാൽ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വരെ പോവാണ്. അപ്പോൾ പിന്നെ HIV ഈസ് നോ മോർ എ പ്രോബ്ലം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ ഇതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇവർ സമ്മതിക്കുമോ, ഓക്കെ HIV മാറി എന്നാൽ ഇനി ഇതിന്റെ ആവശ്യമില്ല എന്ന് അവർ പറയാൻ പോകുന്നില്ല. അപ്പോൾ ഇതൊരു നമ്മുടെ കയ്യിലൊരു ഒരു പ്രൊസീജിയർ, ഒരു ആയുധമുണ്ട്, ഒരു പ്രൊസീജിയറൊക്കെ ഉണ്ട്. ഇതിന് ഒരു കാരണം കണ്ടെത്തണം. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇല്ലാതെ ഒരു സാധനം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതിന് കാരണം അന്വേഷിച്ച് തപ്പി നടന്ന് അതിന് സൂട്ടാവുന്ന തപ്പി നടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇന്നിപ്പോൾ അത് എത്തി നിൽക്കുന്ന മെഡിക്കൽ റീസണല്ല. ഇസ്ലാമിലൊരു കാര്യം ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും അതിൻ്റെ സയൻറ്റിഫിക് റീസൺ നോക്കിയിട്ടൊന്നുമല്ല. മെഡിക്കൽ ബെനിഫിറ്റ് ഉണ്ട് എന്ന് ഇനിയിപ്പോൾ പറയുന്നു, അത് ആണിന് ബെനിഫിറ്റ് ആണ് നമ്മൾ സമ്മതിച്ചാൽ തന്നെ ഇസ്ലാമിൽ സ്ത്രീകളുടെ ചേലാകർമ്മം പറയുന്നുണ്ട്. സ്ത്രീയുടെ ചേലാകർമ്മത്തിൻ്റെ ഒരു ഗുണം പറയട്ടെ, നമ്മൾ വെല്ലുവിളി വെച്ചിട്ടുണ്ട്, ഒരാൾ പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല സ്ത്രീ ചേലാകർമ്മം കൊണ്ട് എന്ത് ഗുണമാണ് ഒരെണ്ണം. അതെന്താ അവർക്ക് പറയാൻ പറ്റാതെ? അപ്പോൾ ഇത് പുരുഷൻ്റെ ഇതിന് മാത്രം ഗുണമുണ്ടെന്ന് പറഞ്ഞ് ഇനി പുരുഷൻ്റെ ഗുണമുണ്ടോ? അതങ്ങനെ വ്യവസ്ഥാപിതമായിട്ട് തെളിയിച്ചിട്ടില്ല. ഈ പഠനങ്ങൾ എന്ന് പറയുന്നത് മുഴുവൻ അഡൾട്ട്സിൽ നടത്തിയിട്ടുള്ളത്, ചില ജോഗ്രഫിക്കൽ ചില ലൊക്കാലിറ്റീസിൽ മാത്രം നടത്തിയിട്ടുള്ള കാര്യമാണ്. കുട്ടികളിൽ അത് ചെയ്ത് അവരുടെ ലോങ് ടേം അത് ഫോളോ അപ്പ് ചെയ്ത് എന്നിട്ട് അവരിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഗുണമുള്ളതായിട്ട് എവിടെയും കണ്ടിട്ടില്ല. മാത്രമല്ല പുതിയ ഇതിൻ്റെ സ്റ്റഡീസ്, ഇപ്പോൾ എന്താണ് ഡച്ച് സ്റ്റഡി വരുന്നു, ഓസ്ട്രേലിയൻ സ്റ്റഡി വരുന്നു, ഇതിലെല്ലാം അവർ മെറ്റാ അനാലിസിസ് നടത്തി അവർ പറഞ്ഞു വെക്കുന്നത് എന്താണ്, ഇതിനങ്ങനെ ഒരു ബ്ലാങ്കറ്റ് ഗുഡ്നെസ് ഇല്ല, ഒരു എഫക്റ്റീവ്നെസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റഡീസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഓൺഗോയിങ് ഡിബേറ്റ് ആണ് ഈ സാധനം. പക്ഷേ ഇവരെന്ത് ചെയ്യും, ഇവർ ചെറിയിപ്പിക്കും. അമേരിക്കൻ അസോസിയേഷൻ പറഞ്ഞു അത് തന്നെ പഴയതാണ്, പുതിയത് അവരെടുക്കുന്നില്ല. അപ്പോൾ ഇനി സപ്പോസ് ഇവർ പുതുക്കിയെന്ന് വിചാരിക്കുക, അമേരിക്കൻ അസോസിയേഷൻ പുതുക്കി, കാരണം ഇപ്പോൾ മറ്റുള്ള പല ബോഡീസ് ഇത് പുതുക്കി കഴിഞ്ഞു, ഈ ഡച്ചും അതുപോലെ പലരും പുതുക്കി കഴിഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് അമേരിക്കൻ പീഡിയാട്രിക് അസോസിയേഷൻ പുതുക്കിയാൽ ഇതിന് ഈ പറയുന്നതിനോട് യോജിക്കുന്ന രീതിയിലേക്ക് ഇവർ വന്നാൽ ഇവരത് അംഗീകരിക്കുമോ? അംഗീകരിക്കില്ല. കാരണം അങ്ങനെ അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അംഗീകരിക്കാമല്ലോ, കാരണം മറ്റുള്ള ബോഡീസ് ഇത് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇവർ അമേരിക്കൻ ആ സമയത്ത് കൂട്ടുപിടിക്കും. അപ്പോൾ അവിടെ അമേരിക്ക വേണം, പാശ്ചാത്യ ശക്തിയായാലും അത് കുഴപ്പമൊന്നുമില്ല, അത് നല്ലതാണ്, ഓക്കെയാണ്, ഹലാലാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അമേരിക്ക നമുക്ക് വലിയ സഹായമാണ് ചെയ്യുന്നത്, അല്ലാത്തപ്പോൾ അമേരിക്ക വലിയ ദുഷ്ടനാണ്. അതാണ് പ്രശ്നം. അപ്പോൾ കുറച്ച് കാത്തിരിക്കുക. ഇത് ഇവോൾവ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ മേ ബി ഒരു 10 or 20 years ലേറ്റർ ഇതിലൊരു മാറ്റം വരും. അപ്പോൾ ഇവരെന്താ പറയുന്നത് നമ്മൾ നോക്കുക. അപ്പോൾ ആ രണ്ട് കാര്യമാണ് ഇവിടെ വരിക. സ്ത്രീകളുടെ ജലാക്രമണത്തിന് ഒരു ഗുണം പറയട്ടെ, അതുപോലെ ഇത് മാറുമ്പോൾ എന്ന് വെച്ചാൽ വാക്സിൻ വരുന്നു, ചികിത്സ വരുന്നു, ഇതിന് പിന്നെ ഹൈജീൻ പല്ല് തേച്ച് നിങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പെടാമെങ്കിൽ അതിൻ്റെ 10-1 എഫേർട്ടില്ല ഈ പറയുന്ന സാധനം ഹൈജീനായിട്ട് കൊണ്ടു നടക്കാൻ. ഇത് ഡോക്ടർമാർ പോലും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. പക്ഷെ അവർ പോലും ചെയ്യാതെ ഇതിന് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളായിട്ട് മാറുമ്പോഴാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ കുറേയൊക്കെ ഡോക്ടർമാരുടെ കയ്യിലുണ്ട് ഇതിൻ്റെ പ്രശ്നം. കാരണം അവരിതൊരു മണി മേക്കിംഗ് ഒരു പ്രൊസീജിയറായിട്ടാണ് മാറ്റുന്നത്. ചില ഇപ്പോൾ നമ്മളുടെയൊക്കെ ഹോസ്പിറ്റലുണ്ട്, ഒരു സർജറി ചെയ്യുമ്പോൾ ഒരു സർജറി ഫ്രീ എന്നുള്ള രീതിയിൽ കുട്ടീനെ ഏതായാലും ബോധം കെടുത്താണ്, എന്നാൽ പിന്നെ ഇത് ഇവിടെയാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്ന സാധനമാണിത്. അപ്പോൾ ഒരു മണി മേക്കിംഗ് ഒരു പ്രൊസീജിയറാണ്. കാരണം ആ രീതിയിലാണ് ഇതിന് ഡോക്ടർമാർ പോലും അവതരിപ്പിച്ച് വെച്ചിരിക്കുന്നത്. സോ അതിനെന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. സോ നമ്മുടെ റാപ്പിഡ് ഫയറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ആരിഫ് ഇസ്ലാമിനെ പേപ്പട്ടി മതം എന്നാണ് പരാമർശിക്കാറെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഇസ്ലാമിന് കുറച്ചും കൂടി ഐഡിയൽ ആയിട്ടുള്ള ഒരു നൈസ് പേര് കൊടുക്കാൻ ഒരു അവസരം കിട്ടിയ എന്ത് കൊടുക്കും? അത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഞരമ്പ് രോഗം എന്ന് പറയുന്നതാണ് ഞരമ്പ് രോഗികളുടെ മതം. ഞരമ്പ് രോഗികൾക്ക് വേണ്ടി ഞരമ്പ് രോഗ സിദ്ധാന്തം ഉണ്ടാക്കി വെച്ചിരിക്കും. അതാണ് ഈ സാധനം. അടിമുടി സാധനമാണ്. ഏതൊരു സിറ്റുവേഷൻ നിങ്ങൾ എടുത്തത്, ഇപ്പോൾ യുദ്ധ സന്ദർഭം എന്നൊക്കെ പറയും. എന്ത് യുദ്ധ സന്ദർഭമാണ്? ഒരു ഞരമ്പ് രോഗിക്ക് കുറച്ച് പെണ്ണുങ്ങളെ കിട്ടണം, അതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു, അവിടെ ചെന്നിട്ട് കുറച്ച് കൊള്ള നടത്തുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യണം? അപ്പോൾ അവിടെ സംശയം വരികയാണ്, ഇതിനെന്ത് ചെയ്യണം? ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞരമ്പ് രോഗ സിദ്ധാന്ത പ്രകാരം എന്ത് ചെയ്യണം? അപ്പോൾ അതിന് കൊടുക്കുന്ന ഉത്തരവാണ് നിങ്ങൾ. അപ്പോൾ ഒരു ചോദ്യമാണ്, ഫോർ എക്സാമ്പിൾ ഭർത്താക്കന്മാരുണ്ടല്ലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഞരമ്പ് രോഗി മറുപടി കൊടുക്കണം, അത് കുഴപ്പമില്ല, നിങ്ങൾ ചെയ്തോ. അതേപോലെ ചില ആയത്ത്, അതായത് ഇനി നിങ്ങൾ 4 കെട്ടാൻ പാടുള്ളൂ, ഓക്കെ, ഇനി എത്രയൊക്കെ നിങ്ങൾക്ക് ഞരമ്പ് രോഗം തോന്നി, നിങ്ങൾക്ക് സ്ത്രീകളോട് ആകർഷത തോന്നിയാലും നിങ്ങൾ 4 കെട്ടാൻ പാടുള്ളൂ, അതിൽ നിർത്തിക്കൊള്ളണം. എന്നിട്ടും നിങ്ങളുടെ രോഗത്തിൻ്റെ ശമനം ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ നിങ്ങൾ അടിമ സ്ത്രീകളെ പോയിട്ട് നിങ്ങൾ പൂശിക്കോ. ഇതാണ് പറഞ്ഞത്. ഇതൊക്കെയാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഇതിനെ നമ്മൾ ഞരമ്പ് രോഗികൾ എന്നല്ല എന്തെന്നാണ് വിളിക്കേണ്ടത്. ഇത് സത്യം പറഞ്ഞാൽ അതാണ്.
യുദ്ധം എന്നൊക്കെ പറയുന്ന സന്ദർഭം പോലും ഉണ്ടായിരിക്കുന്നത് ഈ പറയുന്ന പോലെയുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഹിജാബിന്റെ നിയമം വലിയ സംഭവമായിട്ടാണ് കൊണ്ടെടുക്കുന്നത്. ഇതെന്താ സംഭവം? ഇത് വേറൊരു ഞരമ്പ് രോഗി ഉണ്ടാക്കിയ പ്രശ്നമാണ്. ഉമർ എന്ന് പറയുന്ന ഞരമ്പ് രോഗി. ആള് എന്ത് ചെയ്തു? ആള് ഈ പറയുന്ന മുഹമ്മദ് നബിയുടെ ഭാര്യ എന്താണ് സൗദ വെളിക്ക് പോകാൻ നേരത്തെ ഒളിഞ്ഞു നോക്കും. ഇതാണ് നമ്മൾ ഉമറിന്റെ ഭരണം എന്നൊക്കെ ഗാന്ധിജി പറഞ്ഞു എന്നാണ് പറയുന്നത്. ഈ ഞരമ്പ് രോഗിയാണ് ആള്. എന്നിട്ട് പറയുന്നത് അപ്പൊ ഇത് ഉമർ പോയിട്ട് പറയണം. അപ്പൊ ഉമറിന്റെ പ്രശ്നം എന്താ? ഉമർ അടിമ സ്ത്രീകളെയാണ് ലക്ഷ്യം വെക്കുന്നത്. പക്ഷെ ഈ അടിമ ഏത് ഉടമ ഏതെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ അവിടെ ഇവരെ തിരിച്ചറിയാൻ വഴിയില്ല. അടിമ ഏത്, സ്വതന്ത്ര സ്ത്രീ ഏത്. അപ്പോൾ മുഹമ്മദ് നബിയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, അതായത് ഞരമ്പ് രോഗി ചീഫ്. അപ്പോൾ ആളോട് ചോദിക്കുമ്പോൾ ആൾ പറയും അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് പലതവണ ഒഴിവാക്കി വിട്ടു. പക്ഷെ ഒരു ദിവസം നബിയുടെ സ്വന്തം ഭാര്യയെ ഇതേപോലെ ഒന്ന് നോക്കുന്ന അവസ്ഥ ഉണ്ടായി. അത് അപ്പിയിടാൻ പോയപ്പോൾ അത് പ്രശ്നമായി. അപ്പോൾ അടുത്ത ദിവസം ഞരമ്പ് രോഗി റൂൾ ഇറക്കി. അതാണ് ഈ ഹിജാബിൻ്റെ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഇതിലെന്താണ് വലിയ ഒരു മോഡസ്റ്റി, എംപവർമെന്റ് എന്നൊക്കെ പറയുന്ന സാധനമുള്ളത്. ഒരു ഞരമ്പ് രോഗിക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഞരമ്പ് രോഗി കുറച്ച് നിയമങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. ഇതാണ് ഉണ്ടായത്. അപ്പോൾ സ്വതന്ത്ര സ്ത്രീ ഏതാണ്, അടിമ സ്ത്രീ ഏതാണ് തിരിച്ചറിയാൻ സ്വതന്ത്ര സ്ത്രീയുടെ തലയിൽ ഒരു മുണ്ടിടണം. ഇതാണ് അവിടെ സംഭവിച്ചത്. ഇതിനെയാണ് നമ്മൾ ഇന്ന് ഹിജാബ് നിയമം എന്നൊക്കെ വിളിക്കുന്നത്. ഇതിനെ നമ്മൾ വേറെന്ത് പേരിട്ട് വിളിക്കും? ഇത്രയേ ഉള്ളൂ കഥ. ഓക്കെ. സോ ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. നമ്മൾ വളരെ കുറച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ ഉള്ള സമയത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഇതുപോലെ ഒന്ന് ഇരിക്കുമ്പോൾ നമുക്ക് ബാക്കി ചോദ്യങ്ങളൊക്കെ ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. സോ ടിൽ ദെൻ ബൈ. അതുപോലെ ഇത്രയും നേരം നമ്മളെ കണ്ടുകൊണ്ടിരുന്ന വ്യൂവേഴ്സിനും താങ്ക് യു സോ മച്ച്. താങ്ക് യു.